ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം വിശ്വാതീതം ഗഗനസദൃശ്യം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നലെ മതദർശനത്തെ സംബന്ധിച്ചുള്ള 3 ശ്ലോകങ്ങളാണ് ചർച്ച ചെയ്തത്. 44, 45, 46 ശ്ലോകങ്ങൾ. ഇന്ന് നമ്മൾ 47 ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത ശ്ലോകങ്ങൾ നമുക്കൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. ശ്ലോകം മാത്രം. പലമതസാരവും ഏകമെന്ന് പാരാതുലകിലൊരാനയിലന്ധരന്ന പോൽ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവതു കണ്ട് അലയാതമർന്നിടേണം. ഒരു മതമന്യനു നിന്യം ഒന്നിലോതും കരു അവരന്റെ കണക്കിനൂനമാകും. ധരയിലിതിന്റെ രഹസ്യം ഒന്നുതാനെന്നറിവ് അളവുവരെ ഭ്രമം എന്ന് അറിഞ്ഞിടേണം. പൊരുതു ജയിപ്പതസാധ്യം ഒന്നിനോടൊന്ന് ഒരു മതവും പൊരുതാൽ കൊടുങ്ങുകയില്ല. പരമതവാദീതോർത്തിടാതെ പാടി പൊരുതു പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം. ഇത്രയുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. മതദർശനത്തെ സംബന്ധിച്ച് 5 ശ്ലോകങ്ങളാണ് വാസ്തവത്തിൽ ഉള്ളത്. പഞ്ചശ്ലോകങ്ങൾ എന്ന് കാണും. എന്നാൽ നമ്മൾ ഇതിനകത്ത് 48 ശ്ലോകം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊരു കാരണമുണ്ട്. മതദർശനം അറിഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന ആപത്ത് അവിടെ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് ആ ഓർഡറിൽ തന്നെയാണ് നമ്മൾ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ മതദർശനം പഠിച്ചു വരുമ്പോൾ 44, 45, 46, 47, 49 ശ്ലോകങ്ങളാണ്. 48 ശ്ലോകം ഇതിനുള്ള ഒരു വേ ഔട്ടാണ്. എന്താണ് ഈ മതദർശനം അറിയാതെ വരുന്നവർക്കുണ്ടാകുന്നതായ പ്രശ്നങ്ങൾ, മതസംഘട്ടനങ്ങളും മറ്റും ഒഴിവാക്കുന്നതിനുള്ള ഒരു മാർഗമാണ്. അപ്പൊ നമുക്ക് 47 ശ്ലോകത്തിലേക്കൊന്ന് നോക്കാം. ഒരു മതമാകുവതിന്നുരപ്പതെല്ലാവരും ഇതു മതവാദികളാരുമോർക്കുവീര. പരമതവാദമൊഴിഞ്ഞ പണ്ഡിതന്മാർ
അറിയുമിതിൻ്റെ രഹസ്യം ഇങ് അശേഷം. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. ഒരു മതമാകുവതിന്നുരപ്പതെല്ലാവരും, എല്ലാവരും ഒരു മതം ആക്കുവാനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മതവാദികളാരും ഓർക്കുവില്ല. മത തീവ്രവാദികൾ അല്ലെങ്കിൽ തന്റെ മതത്തിന് വേണ്ടി മാത്രം വാദിക്കുന്നവർ ഈ രഹസ്യം അറിയുന്നില്ല. പരമതവാദമൊഴിഞ്ഞ പണ്ഡിതന്മാർ, മേൽപ്പറഞ്ഞ തരത്തിലുള്ള മതവാദത്തിനു വേണ്ടി നിലകൊള്ളുന്ന അബദ്ധ കുടിലങ്ങളെ അതിൽ ചെന്ന് പെടാത്ത, മതത്തിന്റെ മൂല്യത്തെ സംബന്ധിച്ച്, കേന്ദ്രത്തെ സംബന്ധിച്ച്, അതിന്റെ മൗലികമായ അടിത്തറയെ സംബന്ധിച്ച് ബോധ്യമുള്ളവ എന്ന് മാത്രമല്ല, യോഗാത്മകമായ സമീപനത്തിൽ കൂടി മതത്തെ അറിയുന്നവർ, അവരാണ് പണ്ഡിതൻ. അത് നമ്മൾ പറയും പണ്ഡിതന്മാർ. പരമതവാദം ഒഴിഞ്ഞ പണ്ഡിതന്മാർ അറിയും ഇതിന്റെ രഹസ്യം. അവിടെ ഒരു രഹസ്യം എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ആ ബോർഡിലെ 3 കാര്യങ്ങളാണ് നോട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ 2 ലൈൻ, അതായത് ഒരു മതമാകുവതിൽ ഉരപ്പതെല്ലാവരും, ഇത് മതവാദികളാരും ഓർക്കുവീല എന്ന വസ്തുത ഒരു വിരോധാഭാസമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഇവിടെ വിരോധാഭാസം എന്ന് മാത്രം തന്നിരിക്കുകയാണ്. എന്താണ് ആ വിരോധാഭാസം നമുക്ക് നോക്കാം. നമ്മൾ ഈ ഹാളിലിരുന്ന് എല്ലാവരും പറയുകയാണ് എല്ലാവരും നിശബ്ദരായിരിക്കണം എന്ന് 42 പേരും പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ശബ്ദമാനമായിരിക്കുന്ന ഹോള് ഒന്ന് നിശബ്ദമാക്കുന്നതിന് വേണ്ടി ഹാളിലുള്ള മുഴുവൻ പേരും പറയുകയാണ് നിങ്ങൾ നിശബ്ദരായിരിക്കണം. എന്ത് സംഭവിക്കും? കുറെ കൂടി ശബ്ദമുഖരിതമായി മാറും, അല്ലെ? ഓരോരുത്തരുടെ ഉദ്ദേശം എന്താണ്? നല്ല ഉദ്ദേശമാണ്. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും നിശബ്ദരായിരിക്കുകയാണെങ്കിൽ ഹാള് നിശബ്ദരാകുമെന്ന് ഓരോരുത്തരും വിചാരിക്കുകയാണ്. പക്ഷെ സംഭവിക്കുന്നത് എന്താണോ അവരുദ്ദേശിക്കുന്നത് അതിന് വിരുദ്ധമാകുന്നത് അവരവരുടെ തന്നെ നടപടികളായി മാറുകയാണ്. ഇതുപോലെയാണ് ഓരോ മതവിശ്വാസികളും അല്ലെങ്കിൽ മതവാദികളും. മതവിശ്വാസികളെ അല്ല ശരിക്കും നമ്മൾ കാണേണ്ടിയിരിക്കുന്ന മതവാദികളാണ്. തൻ്റെ മതം മാത്രമാണ് ശരിയെന്നും ആ മതം ലോകത്തിലുള്ള എല്ലാവർക്കും സ്വീകാര്യമാകണമെന്നും അല്ലെങ്കിൽ അത് ലോകത്തെ ഏകമതമായി സ്ഥാപിക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ മനോഭാവത്തെയാണ് നമ്മൾ മതവാദികൾ എന്ന് പറയുന്നത്. അതാണ് ഗുരു ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള മതവാദികൾ ചെയ്യുന്നത് എന്താണ്? ഈ ഹാളിൽ ഇരിക്കുന്ന എല്ലാവരും ഒന്നിച്ചു വിളിച്ചു പറയുകയാണ് എല്ലാവരും നിശബ്ദരാകുക എന്ന് പറയുന്നതിന് അതേ അവസ്ഥ തന്നെയാണ്. എന്താ അതിന് കാരണം എന്ന് പറയുന്നത്? എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്ത് തന്നെയാണ്? എൻ്റെ മതം തന്നെയായിരിക്കണം ഇവിടുത്തെ ഏക മതം. അപ്പൊ എല്ലാവരുടെയും പ്രവർത്തനം എന്താ സംഭവിക്കുന്നത്? എന്താണോ അയാൾ ഉദ്ദേശിക്കുന്നത്, ആ മതവാദി ഉദ്ദേശിക്കുന്നത്, അതിന് വിരുദ്ധമാകുന്നത് അല്ലെങ്കിൽ അയാളുടെ മതം മാത്രം ലോകത്ത് സ്ഥാപിതമാകുന്നതിന് തടസ്സമാവുന്നത് അയാളുടെ തന്നെ പ്രവൃത്തിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മതം മാത്രം ഇവിടെ ഉണ്ടാവണം. അപ്പൊ അയാൾ എന്ത് ചെയ്യുകയാണ്? അതിനുവേണ്ടി ഇതെല്ലാ മതത്തിലുള്ളവരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ മതത്തിലുള്ളവരും അവരവരുടെ മതം തന്നെയാണ് ലോകത്തിലെ ഏക മതമാകുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈസ് ഇറ്റ് പോസിബിൾ. മനസ്സിലാവുന്നുണ്ടോ? എല്ലാവരും അന്തം വിട്ടിരിക്കുന്നു. നേരത്തെ ചോദിച്ച ചോദ്യം പിടികിട്ടിയോ? ഈ ഹാളിലിരിക്കുന്ന നിങ്ങൾ മുഴുവൻ പേരും വിളിച്ചു പറയുകയാണ് മിണ്ടാതിരിക്കും. നമ്മുടെ ഉദ്ദേശം എന്താണ്? നിശബ്ദതയാക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ സംസാരം തന്നെ, നമ്മുടെ ശബ്ദം തന്നെ, നമ്മുടെ പെരുമാറ്റം തന്നെ അതിന് വിരുദ്ധമായി പോവുകയാണ്. ഇതിന് എല്ലാവരും മിണ്ടാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? എല്ലാവരും മിണ്ടാതിരുന്നാൽ മതി, നിശബ്ദരായാൽ മതി, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതുപോലെയാണ്
മതവാദികൾ തങ്ങളുടെ മതം മാത്രം എല്ലായിടത്തും ആക്കണമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ മതവാദികളും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരു മതത്തെ മാത്രം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, സ്ഥാപിതമാക്കാൻ പറ്റുകയേയില്ല. ഇനി ഇതിന് രണ്ടാമതൊരു വശം കൂടിയുണ്ട്. അതാണ് നമ്മൾ രണ്ടാമത്തെ ഭാഗം. ഒന്ന്, ഇതൊരു വിരോധാഭാസമാണ്. ആരാണോ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവരുടെ പ്രവൃത്തി തന്നെ അതിന് വിരുദ്ധമായി പോകും, അല്ലെങ്കിൽ അവര് തന്നെയാണ് ഈ ഏകമതം സ്ഥാപിക്കുന്നതിന് സാധ്യമാകാതിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കക്ഷി എന്ന് നമുക്ക് കാണാം. അപ്പൊ അത് നമ്മൾ എന്ത് വേണം എന്നുള്ളതാണ് രണ്ടാമത്തെ ഭാഗം പറയുമ്പോഴത്തേക്ക്. ഇത് ആരും ഓർക്കുന്നില്ല, പരമതവാദികൾ ആരും ഓർക്കുന്നില്ല. പരമതവാദം ഒഴിഞ്ഞ പണ്ഡിതന്മാർക്ക് ഇതിന്റെ രഹസ്യം അറിയാമെന്നാണ്. ഏതിന്റെ രഹസ്യം? ഇവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിന്റെ രഹസ്യം പരമതവാദം ഒഴിഞ്ഞവർക്ക് ബോധ്യമാണ്. ആരാണ് ഈ പരമതവാദം ഒഴിഞ്ഞത്? യോഗാത്മകമായി എല്ലാ മതങ്ങളെയും സമീപിക്കുന്നവരാണ്. യോഗാത്മകമായി മതങ്ങളെ സമീപിക്കുക എന്ന് പറഞ്ഞ എല്ലാ മതത്തിന്റെയും വിരുദ്ധ വശങ്ങളെ അതേപോലെ തന്നെ സ്വീകരിച്ചുകൊണ്ട് മതങ്ങളുടെ മൂല്യത്തെ അല്ലെങ്കിൽ ആന്തരിക സത്തയെ അറിഞ്ഞുകൊണ്ട് ആ എല്ലാ മതങ്ങളെയും ഒരേപോലെ കാണാൻ കഴിയുന്ന വ്യക്തികളെയാണ് നമ്മൾ യോഗാത്മകമായ സമീപനമുള്ളവർ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു യോഗാത്മകതയുടെ ഉദാഹരണം. ഭാര്യയും ആണും ഒരു പെണ്ണും വിവാഹം കഴിച്ച് ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അവിടെ ഒരു യോഗാത്മകതയുണ്ട്. ഒന്ന് സ്ത്രീയും ഒന്ന് പുരുഷനും ആണ്. രണ്ട് വിരുദ്ധ തലങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ? ഈ രണ്ട് വിരുദ്ധ തലങ്ങൾ ഒന്നിച്ച് വേർപെടുത്താനാവാത്ത വണ്ണം താമസിക്കുമ്പോഴാണ് നമ്മൾ കുടുംബം എന്ന മൂന്നാമത്തെ മൂല്യം അവിടെ കാണുന്നത്. കുടുംബത്തിൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും അവിടെ ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം ഒന്നിച്ച് താമസിക്കുന്നു. ഒന്നിച്ച് താമസിക്കുന്നു എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ മക്കള് മാത്രം, ഭാര്യ മാത്രം, ഭർത്താവ് മാത്രം എന്ന് പറയാൻ കഴിയുമോ? കുടുംബം എന്ന് പറയുമ്പം ഈ തലങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒന്നായിട്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ നാണയത്തിന്റെ ഉദാഹരണം പറഞ്ഞത്. ആ ഒരു സമീപനം, ഡയലക്റ്റിക്കൽ അപ്രോച്ച് എന്ന് നമ്മൾ ഇംഗ്ലീഷ് പറയും. യോഗാത്മകമായ സമീപനം എന്ന് പറഞ്ഞ എല്ലാ വിരുദ്ധ വശങ്ങളെയും ഒരേപോലെ ചേർത്ത് വെക്കുന്നതായ സമീപനമാണത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഒരേപോലെ ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയുന്നെങ്കിൽ അത് യോഗാത്മകമായ സമീപനമാണ്. എനിക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്നതിൽ എനിക്ക് ചിലരെ ഇഷ്ടവും ചിലരോട് ദേഷ്യമാണ് എങ്കിൽ എനിക്ക് ഒരു വിരുദ്ധ സമീപനമാണുള്ളത്. അവിടെ യോഗാത്മകമായ സമീപനം ഇല്ല. അങ്ങനെ എല്ലാ മതങ്ങളുടെയും ശ്രേഷ്ഠ മൂല്യങ്ങളെ, അതിൻ്റെ ആത്യന്തികമായ മൂല്യങ്ങളെ അല്ലെങ്കിൽ മൗലികമായ അടിത്തറയെ മാത്രം കാണാൻ കഴിയുന്നവരെയാണ് നമ്മൾ മതങ്ങളെ യോഗാത്മകമായി സമീപിക്കുന്നവർ എന്ന് പറയുന്നത്. അങ്ങനെ ആളുണ്ടോ? ഉണ്ടല്ലോ. അങ്ങനെയാണല്ലോ ശ്രീനാരായണ ഗുരു, അങ്ങനെയാണല്ലോ ശ്രീബുദ്ധൻ, അങ്ങനെയാണല്ലോ യേശുക്രിസ്തു. എല്ലാ മതങ്ങളെയും ഒരേപോലെ സ്വീകരിച്ചവരാണ്. എല്ലാ മതങ്ങളിലെയും അടിസ്ഥാന മൂല്യങ്ങളെയാണ് അവർ കണ്ടത്, അതിന്റെ ബാഹ്യതലങ്ങളെയല്ല. ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അതുപോലെ തന്നെ വിശ്വാസ പ്രമാണങ്ങളെയും ഒന്നുമല്ല ഗുരു കണ്ടത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഗുരു മതം മാറണോ എന്ന് ചോദിച്ചവും എന്താണ്, ഇപ്പോൾ ഉള്ള മതം തന്നെ പോരെ. ഇപ്പോഴുള്ള മതം എന്താ? നമ്മൾ 49-ാം ശ്ലോകത്തിൽ കാണാൻ പോവാണ്. അപ്പൊ നമ്മുടെ ഇപ്പോഴുള്ള മതം, നമ്മുടെ മനസ്സിൽ ഹിന്ദു മതമൊക്കെ ഇരിപ്പുണ്ട്. എന്താണ് മനുഷ്യന്റെ മതം എന്നുള്ളത് നമ്മൾ 49-ാം ശ്ലോകത്തിൽ കാണാൻ പോവുകയാണ്. അപ്പോഴറിയാം. അപ്പൊ ഇവിടെ എന്താണ് ഈ രഹസ്യം എന്നത് നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, ആ രഹസ്യം പണ്ഡിതന്മാർ മാത്രമേ അറിയുകയുള്ളൂ എന്നും പറയുമ്പോൾ, രണ്ട് മതങ്ങൾ തമ്മിൽ ഒരു സൗഹൃദം ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ഒന്ന് നോക്കാം.
രണ്ട് മതങ്ങൾ തമ്മിൽ, രണ്ട് മതങ്ങളുടെ ഈ നേരത്തെ പറഞ്ഞ മതാധ്യക്ഷന്മാർ തമ്മിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വളരെ സിമ്പിളാണ്. നമ്മളിവിടെ ഒരു ക്രിസ്ത്യൻ മിഷണറിയെയും ഒരു ഇസ്ലാമിക് പണ്ഡിതനെയും അല്ലെങ്കിൽ ഒരു എന്താണ് അതിന്റെ ഒരു എന്താണ് സേവ ചെയ്യുന്ന ഒരാളിനെ കൂടെ ഇവിടെ ഇരുത്തിയിട്ട് ഈ നിങ്ങളുടെ മതത്തെക്കുറിച്ച് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് സൗഹൃദത്തിലെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഓരോരുത്തരും എന്ത് ചെയ്യും? അവരവരുടെ മൂല്യങ്ങളെ അല്ല പറയുന്നത്, അവരവരുടെ ബാഹ്യ ആചാരങ്ങളെ എഴുതി കാണും ഓരോരുത്തരും. ഒരാൾ പറയും നിങ്ങളുടെ ഈ കുരിശ് ശരിയല്ലല്ലോ, ഇത് യേശുവിനെ കുരിശ് ധരിച്ചതല്ല, അത് നിങ്ങൾ ഒഴിവാക്കി കാണാൻ നിങ്ങളുടെ കൂടെ ഞങ്ങൾ ചേരാം. അപ്പൊ മറ്റൊരു തിരിച്ചെന്തായിരിക്കും പറയാം? നിങ്ങൾ അബ്ബ എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ആദ്യം അടിച്ചു പൊടിച്ച് കളയാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ കൂടാം. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഹിന്ദു നിന്നാലും അല്ലെങ്കിൽ ബുദ്ധമതത്തിന്റെ ആൾക്കാർ നിന്ന് കഴിഞ്ഞാലും ബാഹ്യതലങ്ങളെ പഴിക്കുകയാണ് ഈ മതാധ്യക്ഷന്മാർ അല്ലെങ്കിൽ മതവാദികളെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇന്നലെ നമ്മൾ കണ്ടതുപോലെ അടുക്കുന്നതിന് പകരം അകന്നു പോകുന്നതായിട്ടായിരിക്കും എപ്പോഴും കാണുന്നത്. എന്താ സംഭവിക്കുന്നത്? ഈ മതസൗഹാർദ്ദത്തിന്റെ ആ മൂല്യത്തിന്, മതസൗഹാർദ്ദം എന്ന വസ്തുതയുടെ മുകളിൽ സൂക്ഷ്മമായ ഒരു മറ വാസ്തവത്തിൽ ഇവര് തന്നെയാണ് സൃഷ്ടിക്കുന്നത്. എന്തുകൊണ്ട് മതസൗഹൃദം ഉണ്ടാകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് നമുക്ക് വളരെ സൂക്ഷ്മമായി പരിശോധിച്ചെങ്കിലേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് സൂക്ഷ്മമായ മറ എന്ന് പറയുന്നത്. ഒരു മറ ഇവര് രണ്ടുപേരും കൂടെയുള്ള സംസാരത്തിൽ അല്ലെങ്കിൽ രണ്ട് വിഭാഗവും തമ്മിലുള്ള സംസാരത്തിൽ നമുക്ക് കാണാൻ കഴിയും. സൗഹൃദത്തിന് വേണ്ടി ഇരുന്നതാണ്, പക്ഷെ അവസാനം പിരിയാൻ നേരത്ത് ഒരു രീതിയിലും ഈ രണ്ട് മതങ്ങളും തമ്മിൽ യോജിക്കില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. കാരണം ഈ രണ്ട് മതങ്ങളും പരസ്പരം വിദ്വേഷത്തിലേക്ക് പോകുന്നത് കാണാൻ കഴിയും. ഇതാണ് പറഞ്ഞത് ഒരു തരം. അതുപോലെ തന്നെ അങ്ങനെയാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ അനുപ്രസ്ഥ തലത്തിൽ, അതായത് മതങ്ങളുടെ ബാഹ്യാംശത്തിന്റെ തലത്തിൽ ഒരു സൗഹൃദം, ഒരു മത സൗഹൃദം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയില്ല. കാരണം ക്രിസ്ത്യാനികൾ അവരുടെ പള്ളിയിൽ പോകുമ്പോൾ അവർ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്, അവരതിൽ നിന്ന് മാറാൻ തയ്യാറല്ല. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? മാമോദീസ മുക്കും. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഹിന്ദുക്കൾ എന്ത് ചെയ്യും? നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ എന്ത് ചെയ്യും? അതിന് കുറെ കാര്യങ്ങളുണ്ട്. ഇതൊന്നും പരസ്പരം യോജിച്ചു പോകുന്നതല്ല. അക്ഷരം എഴുതിക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങ് തന്നെ ഈ മൂന്ന് വിഭാഗത്തിനും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടുള്ള സ്വഭാവങ്ങളാണ്. വിവാഹത്തിന്റെ കാര്യത്തിലും ഇതുപോലെയാണ്. അങ്ങനെ ആകുമ്പോൾ ആചാരാനുഷ്ഠാനത്തിന്റെയും അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച ഈ വിശ്വാസ പ്രമാണങ്ങളുടെയും തലത്തിൽ ഒരിക്കലും സൗഹൃദം അല്ലെങ്കിൽ ഏകത്വം ഉണ്ടാക്കാൻ കഴിയുകയില്ല. എന്നാൽ പിന്നെ എവിടെയാണ് ഈ ഏകത്വം ഉണ്ടാക്കാൻ കഴിയുന്നത് എന്നൊരു പ്രശ്നമാണ്. അപ്പൊ നമ്മളൊരു വെർട്ടിക്കൽ അപ്രോച്ച് വേണ്ടിയിരിക്കും. അതെന്താ നമുക്ക് പറയാം? വെർട്ടിക്കൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ മതത്തിനൊരു വെർട്ടിക്കൽ മൂല്യമുണ്ട് എന്ന് പറയുമ്പോൾ മാറാത്ത മൂല്യമുണ്ട്. മറ്റതെല്ലാം മാറുന്ന മൂല്യങ്ങളാണ്. ആണോ അല്ലയോ? ഹിന്ദുമതം നമുക്ക് പരിശോധിച്ച് നോക്കാം. കഴിഞ്ഞ 100 വർഷക്കാലം പരിശോധിച്ചു കഴിഞ്ഞാൽ ഹിന്ദുമതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ കാര്യമായ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പറയുന്നത് ഈ മതവാദികൾ അതിനെ എന്തുപേര് പറയും? ഹിന്ദുമതത്തിന്റെ എല്ലാ ആചാരങ്ങളെയും ഒരു പ്രത്യേക പേരിട്ടൊക്കെ വിളിക്കാറുണ്ട്. കഴിഞ്ഞിടയിലൊക്കെ വലിയ വിവാദമായ സംഭവമാണ്. എന്താണ്? സനാതന ധർമ്മം. ഹിന്ദുമതത്തിന്റെ ഈ പറയപ്പെടുന്ന ആചാരാനുഷ്ഠാനങ്ങളെല്ലാം തന്നെ മാറി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഗുരുവിന്റെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ കുറെ വിഭാഗം ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഉടമയെ കാണുമ്പോൾ അടിമകൾ ഒളിച്ചു പോകണം എന്ന സിദ്ധാന്തം ഉണ്ടായിരുന്നു. മാറി ഒളിച്ചു നിൽക്കണമായിരുന്നു. നമ്മൾ പ്രത്യേക ശബ്ദം വയ്ക്കണമായിരുന്നു. അതൊക്കെ ഇല്ലാതായല്ലോ. ഒന്നിച്ച് സദ്യ കഴിക്കാൻ കഴിയില്ലാത്ത ഒരു ആചാരം ഉണ്ടായിരുന്നല്ലോ, അത് ഇല്ലാതായില്ലേ? അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ
ഈ ഹിന്ദു മതത്തിൽ ആചാരാനുഷ്ഠാനങ്ങളിൽ ഗണ്യമായ പരിഷ്കരണം, മൂല്യ നവീകരണ പ്രക്രിയ നടന്നിട്ടുണ്ട് ഗുരുവിനെ പോലുണ്ടായിരിക്കുന്ന ആചാര്യന്മാരുടെ ഇടപെടലുകൊണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇത് ക്രിസ്തു മതത്തിലും ഹിന്ദു മതത്തിലും ഇങ്ങനെയാണ്. ക്രിസ്തു മതത്തിൽ ആയിരക്കണക്കിന് പള്ളികൾ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ മുഹമ്മദ് നബി അടിച്ചു ഉടച്ചു കളഞ്ഞതിന് ശേഷം ഒരെണ്ണം മാത്രം നിലനിർത്തി. അന്നത് വേറെ ആര് ചെയ്തു കഴിഞ്ഞാൽ അവൻ ജീവിച്ചിരിക്കില്ല. അബ്ബ മാത്രം നിലനിർത്തി എന്നുള്ളതാണ്. യേശു ക്രിസ്തു ധാരാളം പള്ളികളിൽ നിന്നും അന്ന് പട്ടക്കാരെ അച്ഛന്മാരെ അടിച്ചു ഓടിച്ചു വിട്ടിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വലിയ പരിഷ്കരണങ്ങൾ ബാഹ്യതലത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആചാരാനുഷ്ഠാനങ്ങൾ സനാതനമല്ല, അത് മാറിക്കൊണ്ടിരിക്കും. സനാതനമായിട്ടുള്ളതിന്റെ മൂല്യങ്ങളാണ്. സ്നേഹം മാറ്റം വരുമോ? ഏത് കാലത്തായാലും ഏത് ദേശത്തായാലും സ്നേഹം എന്നതിന് ഇത്തിരിയെങ്കിലും മാറ്റം സംഭവിക്കുവോ? സാഹോദര്യം മാറ്റം സംഭവിക്കുവോ? ജ്ഞാനം മാറ്റം സംഭവിക്കുവോ? അലിവ്, കരുണ, അഹിംസ ഇതിനൊന്നും എന്തില്ല. കാലദേശങ്ങൾക്ക് അതീതമായി ഒരു സ്ഥായി ഭാവം ഉള്ളതാണ്. അതുകൊണ്ടാണ് അതിനൊരു വെർട്ടിക്കൽ മൂല്യം എന്ന് നമ്മൾ പറയുന്നത്. ഇളകാത്ത മൂല്യങ്ങളാണ്. ആ ഇളകാത്ത മൂല്യങ്ങളുടെ തലത്തിൽ ഒരു യോജിപ്പുണ്ടാക്കാൻ കഴിയും എന്നതാണ് ആർക്കറിയാം? ഈ രഹസ്യം ഈ പണ്ഡിതന്മാർക്ക് അറിയാം, ഗുരുവിനെ പോലുള്ളവർക്കറിയാം. മതങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു കൊണ്ടുപോകാം. എങ്ങനെ യോജിപ്പിച്ചു കൊണ്ടുപോകാം? മതങ്ങളുടെ ബാഹ്യാംശങ്ങളെ ഒരിക്കലും സ്പർശിക്കാൻ പാടില്ല. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും ഒരേ വസ്ത്രമല്ലല്ലോ ധരിക്കുന്നത്, സ്കൂൾ യൂണിഫോം പോലല്ലല്ലോ, നിങ്ങളുടെ എല്ലാം രീതികളും ഒരുപോലല്ലല്ലോ. പക്ഷെ നിങ്ങളെ എല്ലാവരും മനുഷ്യൻ എന്ന മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കാൻ എനിക്ക് കഴിയണം, അല്ലെങ്കിൽ കഴിയുന്നു. അപ്പൊ നമ്മൾ ബാഹ്യാംശങ്ങളെ മുഴുവൻ മാറ്റി നിർത്തിയിട്ട് മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യാണ മനുഷ്യത്വം. അതുകൊണ്ടാണ് ഗുരു ഏകജാതി എന്ന് പറഞ്ഞത്. ആ മനുഷ്യനിലും മനുഷ്യം എന്ന് പറയുന്ന മൂല്യത്തിലേക്ക്, അത് ആഫ്രിക്കയിൽ ചെന്നാലും ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാലും ലോകത്തിന്റെ ഏത് രാജ്യത്ത് എത്തിക്കഴിഞ്ഞാലും മനുഷ്യന് മനുഷ്യത്വം എന്ന മൂല്യത്തിൽ നിന്ന് മാറുന്നില്ല. അതിന് ഒരു കുറെ സ്വഭാവങ്ങളുടെ ആകത്തുകയാണ് നമ്മൾ മനുഷ്യത്വം എന്ന് പറയുന്നത്. അതിന് മാറ്റം ഉണ്ടാവുന്നില്ല. അതുപോലെ ഈ മതങ്ങൾക്കും എന്തുണ്ട്? പൊതുവായ ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളെ യോജിപ്പിച്ചു കൊണ്ടുപോയാൽ, അങ്ങനെ യോജിപ്പിച്ചു കൊണ്ടുപോകണമെങ്കിൽ ഒരു അദ്വൈതമായ സമീപനം വേണം. എന്താണ് അദ്വൈതമായ സമീപനം എന്ന് പറയുന്നത്? വേർപെടുത്തി വെക്കാതെ ഒന്നായി കാണുന്ന സമീപനമാണ്. അങ്ങനെ ഒരു സമീപനം നമ്മുടെ ഉള്ളിലുള്ളപ്പോഴാണ് ആത്മോപദേശ ശതകം 24-ാം ശ്ലോകത്തിന്റെ 2-ാം ഭാഗം ഗുരു പറഞ്ഞത്. അത് പറയാൻ കാരണം അതിന്റെ 1-ാം ഭാഗമാണ്. എന്താണത്? അതാണ് ഈ അദ്വൈത ബോധത്തിൽ നിന്ന് ഉടലെടുത്തത്. എന്താണത്? അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരാത്മരൂപം. ഇവിടെ അവൻ, ഇവൻ, അവൾ, മറ്റവൾ, മറ്റവൻ എന്നിങ്ങനെ ഒരുപാട് പേരിയ്ക്കുകയാണ്. ഈ ഇരിക്കുന്നതെല്ലാം ഒരൊറ്റ സത്യത്തിന്റെ ഒരു മൂല്യത്തിൽ തന്നെ പ്രകടമായിട്ടുള്ള വ്യക്തിഭാവങ്ങൾ മാത്രമാണെന്ന ബോധം എന്നിലുണ്ടാകുമ്പോഴാണ് ഈ അവൻ, ഇവൻ, മറ്റവൻ, അയാൾ, ഇയാൾ, ക്രിസ്ത്യാനി, മുസ്ലിം, ഹിന്ദു, ഈഴവൻ, നായർ, ബ്രാഹ്മൺ എന്നൊക്കെ ഞാൻ കാണുന്നതെല്ലാം തന്നെ ഒരൊറ്റ മൂല്യത്തിന്റെ, ഒരു ആത്മസ്വരൂപത്തിന്റെ, ഒരു അറിവിൽ പ്രകടമാകുന്നത് മാത്രമാണ്. നമ്മള് തിരമാലകൾ ആയിരക്കണക്കിനാണ് കടലിന്റെ ഫ്രണ്ടിലേക്ക് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത്. ആ തിരമാല, ഈ തിരമാല, ആ കുമിള, ഈ കുമിള, ചെറിയ ഓളങ്ങൾ, കടൽ, ഇതെല്ലാം ആയിരിക്കുന്നത് എന്ത് തന്നെയാണ്? പൊരുളിൽ ഇതെല്ലാം ജലം തന്നെയാണ്. സത്യത്തിൽ ഇതെല്ലാം ജലം തന്നെയാണ്. നമ്മളൊരു കൊച്ചു കുഞ്ഞിനെ കടലിന്റെ കരയിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ എന്നാ മക്കളെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓ വെള്ളം ഇങ്ങനെ കിടക്കുന്നല്ലോ എന്ന് പറയും. അപ്പൊ നമ്മളതിനെ പറഞ്ഞു കൊടുക്കും, ഇത് ഇങ്ങനെ കിടക്കുന്നതിനാണ് കടൽ എന്ന് പറയുന്നത്.
ആ ഉയർന്നു വരുന്നതിനെയാണ് തിരയെന്ന് പറയുന്നത്, മറ്റത് നുരയാണെന്നൊക്കെ പറഞ്ഞ് കള്ളമെല്ലാം പഠിപ്പിച്ചു വെക്കും. അങ്ങനെ ശരിക്കും ആ കുട്ടി കള്ളനായി കഴിഞ്ഞപ്പോ കളങ്കം അയാളുടെ ഉള്ളിൽ കയറി. നിഷ്കളങ്ക ഭാവത്തിൽ ജലം മാത്രമാണ് കണ്ടത്. പക്ഷേ കളങ്ക ഭാവത്തിലാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ കത്തിച്ചു വെച്ചിരുന്നത് എന്താണ്? അപ്പൊ നിങ്ങൾ എല്ലാവരും പറയുന്നതായിരിക്കും നിലവിളക്ക് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയും. ഒരാളും അതിന് മാറ്റം വരുത്തില്ല. അതൊന്നുകൂടി ഞാൻ ചോദിക്കും, നിലവിളക്ക് തന്നെയാണോ അത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് ഓട് ആണ്, അല്ലെങ്കിൽ ലോഹമാണ്. ഓടെന്ന ലോഹം നിലവിളക്ക് എന്ന പേര് അല്ലെങ്കിൽ രൂപത്തിന്റെ തലത്തിൽ ഇരിക്കുന്നു. അതിന് താഴെ ഓട് എന്ന ലോഹം ഒരു പ്ലേറ്റിന്റെ രൂപത്തിൽ ഇരിക്കുന്നു. രണ്ടും അടിസ്ഥാനപരമായി എന്താണ്? ഓട് തന്നെയാണ്. മനസ്സിലായല്ലോ? ഓടാണെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ? ലോഹമാണെന്ന് സംശയമുണ്ടോ? ഇതേ നിലവിളക്കിനെ തന്നെ നമുക്ക് ഉടച്ച് വാർത്ത് ഒരു കിണ്ടി ആക്കി കഴിഞ്ഞാൽ എന്താകും? നിലവിളക്ക് ഭാവം മരിച്ച് കിണ്ടി ഭാവം ജനിച്ചു എന്ന് പറയാം, അല്ലേ? മനസ്സിലാകുന്നുണ്ടോ? നമ്മള് ഈ ആലപ്പാട് ജുവലറി ചെല്ലുകയാണെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന മോതിരം ഊരി കൊടുത്തിട്ട് എനിക്ക് ഇത് ഉരുക്കി ഒരു വളയാക്കി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുക തന്നെ മെഷീനിൽ അവരിട്ട് നമുക്ക് ആ ഗ്ലാസ്സിൽ കൂടി ഇങ്ങനെ ഇത് ഒഴുകി വന്ന് ഒരു വളയുടെ രൂപത്തിലേക്ക് പ്രാപിക്കുന്നത് കാണാൻ കഴിയും. മോതിരം മരിച്ചു, വള ജനിച്ചു എന്ന് പറയാം. മോതിരമായിരുന്ന സത്യം, മോതിരമായിരുന്ന സ്വർണം വളയുടെ ഭാവം പ്രാപിച്ചു എന്നേ ഉള്ളൂ. ആത്മാവ് തന്നെയാണ്, അറിവ് തന്നെയാണ്, നിരുപാധികമായ അറിവ് തന്നെയാണ് എന്തായിരിക്കുന്നത്? അവനായും ഇവനായും മറ്റവനായും അവളായും ഇതായും അതായും ഒക്കെ പ്രകടഭാവം കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ വന്നിട്ട് വേണം ഇതിന്റെ രണ്ടാം ഭാഗം. എന്താ രണ്ടാം ഭാഗം? അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അവരന്നു സുഖത്തിനായി വേണമെന്നില്ല, കെട്ടുപോകും. എന്താണ് സംഭവം? അവൻ ഇവൻ എന്ന് അറിയുന്നതെല്ലാം ഒരൊറ്റ ആത്മസ്വരൂപത്തിന്റെ പ്രകടഭാവമായതുകൊണ്ട് അതുകൊണ്ട് നീ തന്നെയാണ് മറ്റേത്. ഒരു തിരമാല അറിയുകയാണ്, ഞാൻ ജലമാണ്, ഞാൻ തന്നെയാണ് മറ്റേതായിട്ടിരിക്കുന്നത്, മറ്റ് തിരമാലയായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിനക്കു വേണ്ടി നീ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നിന്നോടൊപ്പമുള്ള മറ്റുള്ളവർക്ക് കൂടി അത് പ്രയോജനകരമാവണം. ഇതിനപ്പുറത്ത് ഒരു നൈതികതയ്ക്കിടെ ഒരു മെഷറിംഗ് റോഡ് ലോകത്തിൽ ആരും കണ്ടെത്തിയിട്ടില്ല. നീതിശാസ്ത്രം അല്ലെങ്കിൽ നല്ല മനുഷ്യനാകുന്നതിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അമ്മമാരോടും ഒക്കെ ചോദിക്കും. അമ്മമാരെപ്പോഴും പറഞ്ഞോണ്ടിരിക്കും, മോളെ നല്ല കുട്ടിയാവണം. ഈ പറയുന്ന അമ്മയ്ക്കും പറയാൻ കഴിയില്ല എങ്ങനെ നല്ല കുട്ടിയാവണം. ആ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല. കുട്ടി അച്ഛനും പറയുന്നത് കേൾക്കുന്നുണ്ട്, അമ്മ പറയുന്നതും കേൾക്കുന്നുണ്ട്. ക്ഷേത്രത്തിലോ പള്ളിയിലോ ചെന്ന് കഴിഞ്ഞാൽ അവിടെയും നല്ല കുട്ടിയാവണം എന്ന് പറയുന്നുണ്ട്. സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചറും പറയും നല്ല കുട്ടി. എന്താണ് ഈ നല്ല കുട്ടി? അതിനുള്ള ഉത്തരമാണ് ഗുരു ഇവിടെ തരുന്നത്. നൈതികതയ്ക്ക്, നീതിശാസ്ത്രത്തിന്, മോറൽ സയൻസിന് ഒരു ക്രിസ്റ്റൽ ക്ലിയറായ മാനദണ്ഡം. എന്താണത്? നീ നിനക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ നിന്നോടൊപ്പമുള്ള മറ്റൊരാൾക്ക് കൂടി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി അത് നല്ലതായി ഭവിക്കണം. സിമ്പിളാണ്. ഇതിനപ്പുറത്ത് ഇനി നമുക്കൊരു നീതിശാസ്ത്രം അല്ലെങ്കിൽ നല്ല മനുഷ്യനാകുന്നതിനുള്ള ഒരു മാനദണ്ഡം ഇല്ല. നമ്മളുടെ വീട് പഞ്ചശുദ്ധിയൊക്കെ അനുസരിച്ച് ഒരു സംഭവമാണ്, അതല്ലേ? വീട്
ഗ്രഹം ശുദ്ധി എന്നാണ്. അപ്പൊ ശിവഗിരി പോകാൻ വേണ്ടി സംഭവമൊക്കെ തീരുമാനിച്ചു. ഗ്രഹശുദ്ധി വേണമെന്ന് അറിഞ്ഞു. അപ്പോൾ തന്നെ വീടിന്റെ ഇതുവരെ ഈ വീടിന്റെ മുറ്റഭാഗങ്ങളൊന്നും വേണ്ട രീതിയിലൊന്നും പരിണോം നോക്കിയിട്ടില്ല. അങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് കരിയിലെയും കാര്യങ്ങളും ഒക്കെ കിടക്കുന്നു. അവൻ എല്ലാം കൂടെ തൂത്തുവാരി ആ കോട്ടയിൽ, കാരണം ആ വീട്ടിലാരും താമസിക്കുന്നില്ല, അവിടെ കിടക്കും. നിനക്ക് വേണ്ടി നല്ല ഒരു കാര്യം ചെയ്യുമ്പോൾ നിന്നോടൊപ്പമുള്ള മറ്റൊരാളിനും അത് പ്രയോജനമായി വരണം, നല്ലതായി ഭവിക്കണം. ആ ഒപ്പമുള്ള ആള് നമ്മളുടെ ഭാര്യയാവാം, ഭർത്താവാകാം, കുട്ടികളാകാം, അയൽവാസികളാവാം, നാട്ടുകാരാവാം, സഹയാത്രികനാവാം. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആ ട്രെയിനിലുള്ള മറ്റൊരാൾക്ക് സുഖമില്ലാതെയായി, അയാളെ കൂടി പരിഗണിക്കേണ്ടിയിരിക്കുന്നത് നമ്മളുടെ കൂടി ഒരു ഉത്തരവാദിത്വമാണ്. നമ്മൾ വെള്ളം എടുത്ത് കുടിക്കാൻ സമയം ദാഹിക്കുന്ന ഒരാൾ നമ്മളെ നോക്കുമ്പോൾ നമ്മളോടൊപ്പമുള്ള, ഇത് നമ്മൾ ട്രെയിനിലൊക്കെ ശരിക്കും കാണുന്നതാണ്. ആ ഒപ്പമുള്ളവരെ കൂടി സിമ്പിൾ കാര്യമാണ് പരിഗണിക്കുക. ഇനിയും ഈ ഒപ്പമുള്ളതായി നമ്മൾ കാണുന്നത് ഈ ലോകത്തിലുള്ള മുഴുവൻ പേരുമാവാം. ശ്രീനാരായണ ഗുരുവിനെ പോലുള്ളവർ കണ്ടത് ഈ ലോകത്തെ മുഴുവനുമാണ്. അതുകൊണ്ട് ഗുരു എന്ത് ചെയ്തപ്പോഴും അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് വേണ്ടിയോ ജാതി വിഭാഗത്തിന് വേണ്ടിയോ രാജ്യത്തിന് വേണ്ടിയോ ആയില്ല. അത് ഈ ലോകത്തുള്ള മുഴുവൻ പേരെയും തന്നോടൊപ്പം കണ്ടുകൊണ്ടാണ്. അതുകൊണ്ടാണ് എഴുതി വെച്ചത് അരുവിപ്പുറത്ത്. എന്താ എഴുതി വെച്ചത്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണ് ഇത്, ഈ പ്രപഞ്ചം, ഈ ലോകം. അത് അരുവിപ്പുറം ക്ഷേത്രത്തിൽ വരുന്നവരുടെ കാര്യമല്ല, കേരളത്തിലെ ഏതെങ്കിലും ഒരു ജാതി വിഭാഗത്തിന്റെ അല്ല, ഇന്ത്യയിലെ ഹിന്ദുമത വിഭാഗത്തിനെ മാത്രം ഉദ്ദേശിച്ചല്ല. ഈ ലോകത്തുള്ള ഇടം ഏതാണ്? ഇടം, ഈ ലോകം, ഈ ഭൂമി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ സ്നേഹ ആദരങ്ങളോടെ സോദരത്വേന ജീവിക്കാനുള്ളതാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ടാണ് മാം ഇത് എന്ന് പറഞ്ഞിരിക്കുന്നത്. മാണിത് എന്നാണെങ്കിൽ എന്താണ്? ആണിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അരുവിപ്പുറം ക്ഷേത്രത്തെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. മാം ഇത് എന്ന് പറയുമ്പോൾ അത് ഈ ലോകത്തെ മുഴുവൻ എക്കാലത്തും എന്നാണ്. അത്തരത്തിലുള്ള സമീപനമാണ് വാസ്തവത്തിൽ നമുക്കും വേണ്ടുന്നത്. അതാണ് നൈതികതയുടെ ഏറ്റവും നിരപേക്ഷമായ മാനദണ്ഡം. അതാണ് യോഗാത്മകമായ സമീപനം. അങ്ങനെ യോഗാത്മകമായ സമീപനമുള്ള ബുദ്ധിമാന്മാർക്ക്, പണ്ഡിതന്മാർക്ക് ഈ മതത്തിന്റെ രഹസ്യം അല്ലെങ്കിൽ മതസൗഹാർദ്ദം ഉണ്ടാക്കേണ്ടുന്നത് എങ്ങനെയാണെന്നുള്ള രഹസ്യം അറിയാം. അതുകൊണ്ട് അവർ മതത്തിന്റെ ബാഹ്യതലങ്ങളെ അല്ല നോക്കുന്നത്, പിന്നെയോ മതത്തിന്റെ ആന്തരിക തലങ്ങളെ ആയിരിക്കും അവർ അന്വേഷിക്കുന്നു എന്നത്. അങ്ങനെ ബാഹ്യതലങ്ങളെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ കാണുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈരുദ്ധ്യങ്ങളാണ്. ഹിന്ദു മതത്തിലും ക്രിസ്തു മതത്തിലും ഇസ്ലാം മതത്തിലും ബുദ്ധമതത്തിലും നമ്മൾ അതിന്റെ ബാഹ്യതലങ്ങളെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു രീതിയിലും ഇതിനെ കൊണ്ട് യോജിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുകയില്ല. എന്നാൽ ആ ബാഹ്യതലത്തിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ വൈരുദ്ധ്യങ്ങളെയും അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ആ മതങ്ങളുടെ എല്ലാം ആന്തരികമായ മൂല്യത്തിൽ കൂടി സഞ്ചരിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ എല്ലാ മതങ്ങളെയും സൗഹൃദത്തോടെ സമീപിക്കാൻ നമുക്ക് കഴിയും. ഇതാണ് ഇവിടെ രഹസ്യം. അങ്ങനെ മാത്രമേ മതസൗഹാർദ്ദം അല്ലെങ്കിൽ ഒരു ഏകത്വം മതങ്ങൾ തമ്മിൽ സ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ആർക്കറിയാം? പണ്ഡിതന്മാർക്കറിയാം. അതുകൊണ്ടാണ് ഇതൊരു രഹസ്യം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്.
സാധാരണ ജനങ്ങൾ സൗഹൃദം ഉണ്ടാക്കാൻ പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലുള്ള രീതിയായിരിക്കും സമീപിക്കുക. ഒരു കാലത്തും അവർ നമ്മൾ യോജിക്കില്ല. ഇനി അവസാനം പറഞ്ഞൊരു കാര്യം എന്താണ്? ഇങ് അശേഷം. എന്താണ് ഇങ് അശേഷം എന്ന പദത്തിന് വലിയ പ്രാധാന്യം. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ രീതിയിലുള്ള ഒരു സമീപനത്തിലേക്ക്, ഒരു ഏകത്വത്തിലേക്ക് പോകുന്നതിന് വേണ്ടി ഭാഗികമായ ഒരു സമീപനം എങ്ങും എത്തിക്കില്ല. സമഗ്രമായ സമീപനം വേണം. അതാണ് ഇവിടെ എഴുതിച്ചിരിക്കുന്നത്. ഭാഗികമായ ഒരു അപ്രോച്ച് കൊണ്ട് പറ്റില്ല. ഇത് മനസ്സിലായോ? ഇല്ല. എന്താണ് സംഭവം? നമ്മൾ ശിവഗിരിയിൽ പോകുന്നതിന് ഗുരു പഞ്ചശുദ്ധി പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് പഞ്ചശുദ്ധി? ഏറ്റവും സൂക്ഷ്മ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനഃശുദ്ധി, പിന്നെ മനഃശുദ്ധി, വാക്ശുദ്ധി, മനസ്സാണല്ലോ വാക്കായിട്ട് വരുന്നത്, വാക്ശുദ്ധി. വാക്ശുദ്ധിയിൽ നിന്നും അല്പം കൂടെ സ്ഥൂല തലത്തിലേക്ക് വന്നു എന്താണ്? ഇന്ദ്രിയ ശുദ്ധി. വീണ്ടും കുറച്ചുകൂടെ സ്ഥൂല തലത്തിലേക്ക് വന്നു ശരീരശുദ്ധി. വീണ്ടും കുറച്ചുകൂടി സ്ഥൂല തലത്തിലേക്ക് വന്നു ഗ്രഹശുദ്ധി. ഇങ്ങനെ അത് മനസ്സിലാക്കുക. അല്ലെ തിരിച്ചു മനസ്സിലാക്കുകയാണെങ്കിൽ ഏറ്റവും സ്ഥൂലമായ ഗ്രഹം, ശരീരം, ഇന്ദ്രിയം, വാക്ക്, മനസ്സ്, ഇങ്ങനെ വേണോ അത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോ ശരി, 5 ശുദ്ധികളൊക്കെ കൊള്ളാം. ഞാൻ എല്ലാ ദിവസവും ഞാൻ കുളിക്കുന്നുണ്ട്, പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പൊ ശരീരശുദ്ധിയായി. ഭാഗികമാണ് ഈ അപ്രോച്ച്. അവിടെ ശുദ്ധി നടക്കില്ല. എടോ, നിന്റെ ശരീരം ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം കുളിക്കുക എന്ന് മാത്രമല്ല. നീ കഴിക്കുന്ന ആഹാരം നിന്റെ ശരീരമായി മാറുകയാണ്. നിന്റെ ശരീരത്തിന് ഒരു സാത്വിക ഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നിന്നിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് സാത്വികത ഉണ്ടാവൂ. ധ്യാനാത്മകമായ ഒരു സമീപനം നിനക്ക് ജീവിതത്തിൽ നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ നിന്റെ ശരീരം തമോ ഗുണത്തിൽ നിന്നും രജോ ഗുണത്തിൽ നിന്നും നിവർത്തിച്ച് സത്വഗുണത്തിലേക്ക് വരണം. അതിന് സാത്വികമായ ആഹാരം കഴിക്കണം. ഈ 5 ദിവസത്തേക്ക് നീ മാംസവും മത്സ്യവും മുട്ടയും അങ്ങനെ രജോ ഗുണം കൂടുന്നതായ സാധനങ്ങളും തമോ ഗുണം ഉണ്ടാക്കുന്ന സാധനങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് കൂടുതൽ വേവിക്കാത്ത, അല്ലെങ്കിൽ കൂടുതൽ വേവിച്ച് അതിൻ്റെ പ്രാണ അംശം എല്ലാം നഷ്ടപ്പെടാത്ത രീതിയിൽ പച്ചക്കറികൾ കഴിക്കണം, പഴവർഗ്ഗങ്ങൾ കഴിക്കണം, നട്ട്സ് കഴിക്കണം. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നല്ല ശ്രദ്ധയോടെ നിനക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയും. അപ്പൊ ശരീരത്തിന്റെ പല അസ്വസ്ഥതകളും മാറിക്കിട്ടുകയും ചെയ്യും. We have to observe what is happening in our mind and in my body. എൻ്റെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത്, എന്ത് മാറ്റമാണ് ഞാൻ ഈ ആഹാരത്തിലേക്ക് മാറിയപ്പോഴത്തേക്ക് ഉണ്ടായതെന്നുള്ള രീതിയിൽ ഒരു നിരീക്ഷണ ബോധം കൂടി നിനക്ക് വേണം. നിന്റെ ശരീരത്തെ നീ അറിഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോഴേ ശരീരം ശുദ്ധം ആവുകയുള്ളൂ. അങ്ങനെ സമഗ്രമായി ഈ 5 കാര്യത്തിനും വലിയ സമഗ്രതയിലേക്ക് പോകണം. വാക്ശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എന്നാൽ ഇനി എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് നാരായണ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷേ മറ്റു ചില സന്ദർഭങ്ങളിൽ ഈ നാരായണൻ അങ്ങ് മറന്നു പോകുമെന്ന് മാത്രമല്ല, അപ്പോ അവിടെ പിറുപിറുക്കലുണ്ടാവും. പുറത്ത് പറയാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു, അയ്യോ വാക്ശുദ്ധി വേണമല്ലോ. അങ്ങനെയല്ല, പിറുപിറുക്കൽ ഉണ്ടാവരുത് എന്നർത്ഥം. എന്താ പിറുപിറുക്കൽ? യാതൊരു പരാതിയും ഇല്ലാതെ ജീവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പരാതി ഇല്ലാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മൗനത്തിലേക്ക് പോകുന്നതാണ്. നമ്മൾ എത്ര ഒന്നും പരാതി പറഞ്ഞില്ലെങ്കിലും ഉള്ളിൽ എപ്പോഴും പിറുപിറുത്തുകൊണ്ടിരിക്കും. എന്നാലും എന്ത് കഷ്ടമായി പോയി, ഞാൻ എത്ര നാളായിട്ട് ശിവഗിരി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ശബരിമല പോയിട്ട് 4 തെങ്ങ് വെച്ചു, എന്നിട്ടും അവിടെയാണ് പെറുപിറുക്കൽ. എന്നിട്ടും തലവേദന മാറുന്നില്ല, എന്നിട്ടും പല്ലുവേദന മാറുന്നില്ല, എന്നിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പെറുപിറുക്കൽ. ഇത് മാറ്റി ഒരു മൗനത്തിലേക്ക് എത്താൻ കഴിയണം. അതാണ് ഏറ്റവും ഒരു സുഖകരം എന്ന് പറയുന്നത്. ഒന്നിനോടും പരിഭവമില്ലാതെ ജീവിക്കാൻ കഴിയുമ്പോഴാണ് നാം മൗനത്തിൽ എത്തുന്നു എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ പഞ്ചശുദ്ധിയിൽ ഒരു സമഗ്രമായ സമീപനം നമ്മൾ എടുക്കുകയാണെങ്കിൽ മാത്രമേ പഞ്ചശുദ്ധി കൊണ്ട് എന്തെങ്കിലും സാധ്യമാവുകയുള്ളൂ. നമ്മൾ എപ്പോഴും ഭാഗികമായ ഒരു അനുഷ്ഠാനത്തിലേക്ക് പോകും.
മേൽപ്പറഞ്ഞ കാര്യത്തിൽ എന്താണ് മേൽപ്പറഞ്ഞ കാര്യം? മതങ്ങളുടെ ബാഹ്യാംശത്തെ അന്വേഷിച്ചു പോവാതെ, അതിൽ ഏകീകരണം വരുത്താൻ ശ്രമിക്കാതെ, മതങ്ങളുടെ മൂല്യങ്ങളിലുള്ള ഏകത്വത്തെ തിരിച്ചറിയണം. ആ മൂല്യങ്ങളിലേക്ക് നമ്മൾ പോകണം. അങ്ങനെ പോകുന്നതിൽ ഒരു ഭാഗികമായ സമീപനമല്ല വേണ്ടുന്നത്. അവിടെ ഒരു സമഗ്രമായ സമീപനമാണ് വേണ്ടിയിരിക്കുന്നത്. അങ്ങനെ സമഗ്രമായ സമീപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാ മതങ്ങളിലുമുള്ള മൂല്യം. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. സ്നേഹം. നിരുപാധികമായ അൺകണ്ടീഷണൽ ലവ്. അതിന് ക്രിസ്ത്യാനി ആയാലും ഇസ്ലാം ആയാലും ബുദ്ധ മതക്കാരനായാലും ഹിന്ദു ആയാലും ചെയ്യാൻ കഴിയുമോ? കാലദേശങ്ങൾക്ക് അതീതമായി ചെയ്യാൻ കഴിയുമോ? അമേരിക്കയിൽ പോകുമ്പോൾ നല്ല സ്നേഹം, ഇന്ത്യയിൽ വരുമ്പോൾ സ്നേഹമൊക്കെ പോയി. ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല സ്നേഹം, എല്ലാവരോടും സ്നേഹം ഉണ്ടാകണമെന്നൊക്കെ തോന്നി. വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ ഒക്കെ പ്രശ്നമായി. അപ്പൊ എന്താ പ്രശ്നം? വ്യക്തിയാധിഷ്ഠിതമായി സ്നേഹം. അൺകണ്ടീഷണൽ അല്ല, കണ്ടീഷണലാണ്. ഗുരു പറയുന്നത് അതുകൊണ്ടാണ്. എന്ത്? അനുകമ്പാ ദശകത്തിൽ ഒരു പീഠ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലയാതെ ചിന്തയും. ആ ഒറ്റ ശ്ലോകം മതി നമ്മുടെ ജീവിതം സാഫല്യമാക്കാൻ. ഒരു അൺകണ്ടീഷണൽ കമ്പാഷനാണ്. ഒരു പീഠ എറുമ്പിനും എന്നതാണ്. ഒരു എറുമ്പെന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ ഒരു ജീവിയോട് പോലും അനുകമ്പയുള്ളവരായി മാറുക എന്ന് പറയുമ്പോൾ അതൊരു അൺകണ്ടീഷണൽ, ഒരു നിരുപാധികമായ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ കുഞ്ഞ് കാല് തട്ടി വീഴാൻ നേരത്ത് നമ്മൾ ഓടിച്ചൊന്ന് കോരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് വയ്ക്കുമ്പോൾ മറ്റൊരു കുട്ടി, നമുക്കറിയില്ലാത്തതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കുട്ടി കാല് തട്ടി വീഴുമ്പോൾ നമ്മളതിനെ കുറ്റപ്പെടുത്തുന്നെങ്കിൽ നമ്മുടെ അനുകമ്പ കണ്ടീഷണലാണ്, നിരുപാധികമല്ല, സോപാധികമാണ്. എൻ്റേതിന് മറ്റുള്ളവരുടേതിന്, ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വരികയാണ്. അത് നമ്മളെ ഒരിക്കലും ഒരു സൗഹൃദത്തിലേക്ക്, ഏകത്വ ബോധത്തിലേക്ക് കൊണ്ടുവരികയേയില്ല. നേരെ മറിച്ച് ഗുരുവിന്റെ സമീപനം എങ്ങനെയാണ്? ഗുരു ആ ശ്ലോകം പറഞ്ഞു വെച്ചിരിക്കുന്നത് ഭയങ്കര അത്ഭുതകരമായ രീതിയിലാണ്. എന്താണ്? ഒരു പീഠ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും കരുണാകര സദാ എന്ന് പറഞ്ഞതിന് ശേഷം എന്താണ്? നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും. അതെന്താണ് സംഭവം? നിന്റെ തിരുമേനി, നിന്റെ ശരീരത്തെ ഒരിക്കലും മറക്കാതെ ഞാൻ ജീവിക്കണം എന്നാണ്. അപ്പൊ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ശരീരം മനസ്സിൽ വെച്ചിട്ട് ഫോട്ടോ കൊണ്ടുവച്ച് പ്രാർത്ഥിക്കുകയും ബഹളങ്ങളൊക്കെ നടത്തും. അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ദൈവത്തിന്റെ ഫോട്ടോ അല്ലെങ്കിൽ പ്രതിമ വെക്കുക, നാരായണ നാരായണ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. ഇങ്ങനെയൊക്കെയാണ് ഈ നിൻ തിരുമൈ വിട്ട് അകലാതെ ചിന്തയും എന്ന് പറയുന്നത്. എന്താണ് ഭഗവാന്റെ തിരുമൈ എന്നത്? ആത്മോപദേശ ശതകം 2-ാം ശ്ലോകത്തിൽ സുവ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് തന്നെ ഭഗവത്ഗീതയിൽ 11-ാം അധ്യായത്തിൽ 55 ശ്ലോകങ്ങളിൽ കൂടി വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഭഗവത്ഗീതയിലെ 11-ാം അധ്യായത്തിന് ഒരു പ്രത്യേക പേരുണ്ട്. എന്താണ്? വിശ്വരൂപ ദർശനം. ഈ വിശ്വരൂപ ദർശനം നിങ്ങൾ ഒരു ദിവസം ഇരുന്ന് കാണാതെ പഠിച്ചു കഴിഞ്ഞാലും വിശ്വരൂപം എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ധാരണയും കിട്ടില്ല. അത് പഠിച്ചപ്പം എനിക്കും ഒരു ധാരണയും കിട്ടിയില്ല. പക്ഷേ ആത്മോപദേശ ശതകം 2-ാം ശ്ലോകം വായിച്ചപ്പോൾ മനസ്സിലായി എന്താണ് വിശ്വരൂപം. കരണവും ഇന്ദ്രിയവും കളേവരം തൊട്ടറിയുമനേക ജഗത്തുമോർക്കിലെല്ലാം പരവെളി തന്നിലുയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണ് തിരഞ്ഞു തേറിടേണം. ആ തിരുവുരുവാണ് ഭഗവാന്റെ ശരീരം. അതാണ് ഭഗവാന്റെ വിശ്വരൂപം. ആ വിശ്വരൂപം ഏതാണ്?
ഈ ലോകത്തെയാണ് കാണിച്ചു തന്നത്. നമ്മളുടെ ശരീരം ഇതാണ്. നമ്മൾ ഓരോരുത്തരുമാകുന്ന ആത്മസ്വരൂപത്തിന്റെ അല്ലെങ്കിൽ അറിവിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ഈ ശരീരമാണ്. ഭഗവാന്റെ ഐശ്വര്യം ഈ പ്രപഞ്ചമാണ്. ഈ നമ്മൾ ഓരോരുത്തരായി നമ്മുടെ ഏതൊക്കെയായിട്ടാണ്? കരണവും ഇന്ദ്രിയവും, മനസ്സ്, ബുദ്ധി, ഞാനെന്ന അഹന്ത, ഓർമ്മ, ഇന്ദ്രിയങ്ങൾ, എൻ്റെ ശരീരം, അങ്ങനെ തുടങ്ങി ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ ഞാൻ തൊട്ടറിയുക എന്ന് ഉദ്ദേശിക്കുന്നത് മനോബുദ്ധീന്ദ്രിയങ്ങളുടെ തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ എന്തെല്ലാം ഉണ്ട്. അഖണ്ഡ കോടി ബ്രഹ്മാണ്ടങ്ങൾ ഇവിടെയുണ്ട്. ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് സോളാർ സിസ്റ്റംസ് ആർ ദെയർ ഇൻ ദി യൂണിവേഴ്സ്. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരിക്കുന്ന സർവ്വതിനെയും കൂടെ ചേർത്ത് വെച്ചിട്ട് പറയുന്നു, ഇത് ഭഗവാന്റെ തിരുവുടലാണ്. ഭഗവാൻ തന്നെയാണ് ഈ ഭാവത്തിലൊക്കെ പകർന്നിരിക്കുന്നത്. കടലിൽ ചെല്ലുമ്പോൾ ജലം തന്നെയാണ് ഈ സർവഭാവത്തിലും കാണുന്നത്. കടലിന്റെ ഭാവത്തിലും തിരയുടെ ഭാവത്തിലും ഓളത്തിന്റെ ഭാവത്തിലും ഒക്കെ എല്ലാം പ്രകടമായിരിക്കുന്നത് അതായത് പൊരുളിൽ ജലം തന്നെയാണ്. പൊരുളിൽ ഈ പ്രപഞ്ചത്തിന്റെ പൊരുൾ എന്ന് പറയുന്നത് ആത്മാവാണ്, അറിവാണ്. ആ ബോധമാണ് നമ്മളെ ഏകത്വത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതാണ് ഇവിടെ രഹസ്യമെന്ന് പറയുന്നതും. അപ്പോൾ നമ്മൾ ശരിക്കും ചെയ്യേണ്ടിയിരിക്കുന്നത് എല്ലാ ആന്തരിക അംശത്തെയും, മതങ്ങളുടെ ആന്തരിക മൂല്യങ്ങളെ, മതങ്ങളുടെ മൗലികമായ അടിത്തറയെ വേണം കേന്ദ്രമാക്കിക്കൊണ്ട് മതങ്ങളുടെ ഇടയിൽ ഒരു ഏകത്വം കൊണ്ടുവരാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുക എന്താണ്? ബുദ്ധമതത്തിലും ഇത് തന്നെയാണല്ലോ, ജൈനമതത്തിലും ഇത് തന്നെയാണല്ലോ, ഹിന്ദു മതത്തിലും ഇത് തന്നെയാണല്ലോ, ക്രിസ്തു മതത്തിലും ഇത് തന്നെയാണല്ലോ. സമാധാനായി. താനായിട്ടിരിക്കുന്നതും അവളായിട്ടിരിക്കുന്നതും ഇവളായിട്ടിരിക്കുന്നതും അവനായിട്ടിരിക്കുന്നതും എല്ലാം ആത്മാവാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാനും അതേ ആത്മാവ് തന്നെയാണല്ലോ. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്തു കഴിഞ്ഞാലും മറ്റുള്ള ആത്മസ്വരൂപത്തിന്റെ പ്രകടഭാവങ്ങൾക്ക് കൂടി നല്ലതായിരിക്കേണ്ടതല്ലേ? ആയിരിക്കണമല്ലോ. അതാണ്, ആ തിരിച്ചറിവാണ് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരന് സുഖത്തിനായി വരേണം എന്നത് ഉണ്ടാകുന്നത്. അങ്ങനെ ആകുമ്പോൾ തൻ്റെ മതത്തിന് വേണ്ടി താൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും മറ്റൊരു മതത്തിന് അത് ദൂഷ്യമാവാത്തതാകും. ഇതാണ് അതിൻ്റെ അടിത്തറ. അതുകൊണ്ട് നമുക്കൊന്നുകൂടെ നോക്കാം. എന്താണ്? ഒരു മതമാകുവതിന്നുരപ്പതെല്ലാവരും ഇതുവാദികളാരുമോർക്കുവീല. പരമതവാദമൊഴിഞ്ഞ പണ്ഡിതന്മാർ അറിയും ഇതിൻ്റെ രഹസ്യം ഇങ്ങ് അശേഷം. സമഗ്രമായി അത് അറിയേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ സമഗ്രമായി അതിനെ അറിഞ്ഞ പണ്ഡിതന്മാർക്ക് മാത്രമേ മതങ്ങൾ എല്ലാം ഒന്നാണെന്നുള്ള, മതങ്ങളുടെ മൂല്യങ്ങൾ എല്ലാം ഒന്നാണെന്നുള്ള ബോധ്യം ഉണ്ടാവുകയുള്ളൂ. അതൊരു യോഗാത്മകമായ, ധ്യാനാത്മകമായ സമീപനത്തിലൂടെ മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയുകയും ഉള്ളൂ. ഇനി നമുക്ക് 49-ാം ശ്ലോകത്തിലേക്ക് പോയിട്ട് 48-ാം ശ്ലോകത്തിലേക്ക് വരാം. അതിനു മുമ്പായിട്ട് നിങ്ങൾക്കെല്ലാം, ഞാൻ ഇന്നലെ കണ്ടു, എല്ലാവരും ആകെപ്പാടെ വലിയ വിഷമിച്ചിരിക്കുന്നു. അപ്പോൾ ഇടയ്ക്കൊരു ആഹാരം തരണം എങ്കിലേ ശരിയാവുള്ളൂ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം ഞാൻ ആഹാരം കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവർക്കും തരാം. വേണം ഇതെല്ലാവർക്കും ഒരു 2, 3, 4, 5 കിട്ടും. എത്ര ഷുഗർ ഉള്ളവരാണെങ്കിലും ഒരെണ്ണമെങ്കിലും കഴിക്കാം. ഒരെണ്ണമെങ്കിലും കഴിച്ചിരിക്കണം. അതിന് പ്രത്യേകതയുണ്ട്.
ഒരെണ്ണമെങ്കിലും കഴിക്കണം. നാൽപ്പത്തി 9 ശ്ലോകം എന്താണ്? അഖിലരുമാത്മസുഖത്തിനായി പ്രയത്നം സകലവുമിങ്ങു സദാ ചെയ്തിടുന്നു. ജഗതിയിലിമ്മതമേകമെന്ന് ചിന്തിച്ച് അകമണയാതകതാരമർത്തിടേണം. അഖിലരുമാത്മസുഖത്തിനായി പ്രയത്നം സകലവുമിങ്ങു സദാ ചെയ്തിടുന്നു. ജഗതിയിലിമ്മതമേകമെന്ന് ചിന്തിച്ച് അകമണയാതകതാരമർത്തിടേണം. അകതാരമർത്തിടേണം, ഉള്ളം ശാന്തമാക്കണം. അകതാരമർത്തിടേണം. നോക്കാം. ഇപ്പം നമ്മള് എന്താ കഴിച്ചത്? ജീരകമുട്ടായി അല്ലേ? ഈ ജീരകമുട്ടായി നമ്മൾ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്? ജീരകമുട്ടായി ഉണ്ടാക്കുന്ന ഫാക്ടറി പോയിട്ടാണോ? അല്ല. പിന്നെ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്? സിമ്പിൾ അല്ലേ? ഒരു മാടക്കടയിൽ, ഒരു കൊച്ചു കടയിൽ കിട്ടുന്ന സാധനമാണ്. ഈ കൊച്ചു കടയിൽ ഈ ജീരകമിഠായി ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. പിന്നെ അവർക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടുന്നത്? ഹോൾസെയിലിൽ നിന്ന് വാങ്ങിക്കും, വലിയ കടയിൽ നിന്ന് വാങ്ങിക്കും അല്ലേ? ഈ ഹോൾസെയിലർ ഇത് ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. അവർക്ക് എവിടെ നിന്നാണ് കിട്ടുക? അവര് ഈ കമ്പനിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഏജന്റിനോട് വാങ്ങിക്കും അല്ലേ? കമ്മീഷൻ പറ്റി വാങ്ങിക്കുന്നവർ. അവർക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടുന്നത്? കമ്പനിയിൽ നിന്നാണ്. കമ്പനിയിൽ ഇത് ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ വേണം? ഇതിനകത്ത് നമ്മൾ നോക്കൂ. ജീരകം വേണം, പഞ്ചസാര വേണം അല്ലേ? പഞ്ചസാര ആ കമ്പനിയിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ടോ? പഞ്ചസാര എവിടെയാണ് ഉണ്ടാക്കുന്നത്? പഞ്ചസാര ഫാക്ടറിയിലാണ്. പഞ്ചസാര ഫാക്ടറിയിൽ പഞ്ചസാര ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? പാല് മതി. പിന്നെ കരിമ്പ് വേണം. കരിമ്പ് ഈ കമ്പനിയിൽ ഉണ്ടാക്കുന്നുണ്ടോ? അതെവിടെയാണ് ഉണ്ടാക്കുന്നത്? അത് കരിമ്പ് കൃഷി ചെയ്യുന്ന പാടത്താണ് അല്ലേ? അവിടെ ഇത് കൃഷി ചെയ്യുന്നത് ആരാണ്? കൃഷിക്കാരനാണോ അതോ അതിന്റെ ഉടമയാണോ? അല്ല. പിന്നെ ആരാണ്? ഈ വയലിൽ വെയിൽ കൊണ്ട് നിന്ന് കഷ്ടപ്പെടുന്ന തൊഴിലാളിയാണ്. അവര് വൈകോളം വെയിലത്ത് നിന്ന് ഉരുകി കറുത്ത് മെല്ലിച്ചവരായി ഈ ജോലി ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? അവരുടെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ അവരുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയാണ്. ആരുടെ ജീവിതം? അവരുടെ അയലോക്കക്കാരുടെ ജീവിതത്തിന് വേണ്ടിയാണോ? പിന്നെ ആർക്ക് വേണ്ടിയാണ്? അവരുടെ ജീവിതത്തിന് വേണ്ടിയാണ്. അവരുടെ എന്ന് പറയുമ്പം അവരുടെ സുഖത്തിന് വേണ്ടിയാണ് അല്ലേ? അവരുടെ സുഖത്തിന് വേണ്ടിയല്ലേ? ആണോ അല്ലേ? സംശയം, ഭയങ്കര സംശയം. അവരുടെ ജീവിതം കെട്ടിപ്പടുക്കാനാന്ന് പറഞ്ഞപ്പോൾ ഒരു കുഴപ്പം തോന്നിയില്ല. പക്ഷെ അവരുടെ സുഖത്തിന് വേണ്ടിയാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര പ്രശ്നമാണ്. ആണോ അല്ലയോ? നമുക്ക് വേറൊരു കാര്യം നോക്കിയിട്ട് ഇങ്ങോട്ട് വരാം. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിക്കുകയാണ്, എടോ നല്ല സുഖമാണോ? എന്തായിരിക്കും അയാൾ പറയുന്നത്? എന്തിനാണോ താൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അയാൾ പറയുക? എനിക്ക് +2 അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടിയാണ്, എല്ലാ വിഷയത്തിനും A+ കിട്ടണം. അപ്പം അയാൾ 11th കിട്ടി, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ചോദിച്ചു, എന്തിനാണ് താൻ ഈ +2 പഠിക്കുന്നത്? അതെനിക്ക് MBBS കിട്ടണം, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കിട്ടണം, അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കണം. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നമ്മൾ ചോദിച്ചു, എന്തിനാണോ ഡിഗ്രിക്ക് പഠിക്കുന്നത്? അതെനിക്ക് നല്ലൊരു ജോലി കിട്ടണം. എന്തിനാണോ ജോലി കിട്ടുന്നത്? അതെനിക്ക് ധാരാളം പൈസ ഉണ്ടാക്കാൻ. എന്തിനാണോ പൈസ? എനിക്ക് നല്ല വീട് വെക്കാൻ, എനിക്ക് നല്ല ആഹാരം കഴിക്കാൻ, നല്ല വസ്ത്രം, കാറ്, ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. എന്തിനാണോ ഈ സൗകര്യങ്ങളൊക്കെ? എന്തായിരിക്കും പറയുക? സുഖമായി ജീവിക്കാൻ.
എന്തിനാടോ സുഖമായി ജീവിക്കുന്ന ഒരു ചോദ്യമുണ്ടോ? ചോദിച്ചാൽ പിന്നെ എന്തായിരിക്കും പറയാ? സുഖമായി ജീവിക്കാൻ തന്നെയാണ്. ഇത് തന്നെയാണ് അവിടെ പാണത്തിന് പണിയെടുക്കാൻ വരുന്ന ഒരു അമ്മ പറയുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടിയാണ്. തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എനിക്ക് സുഖം കിട്ടും. നമ്മൾ പഴയ കഥകളൊക്കെ, ഇന്നൊന്നും കേരളത്തിൽ അങ്ങനെ ഉണ്ടാവില്ല അല്ലേ? അമ്മ കഞ്ഞി വെച്ചിട്ട് ആ ചോറ് മുഴുവനും കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ട് കഞ്ഞിവെള്ളം പോലും കഴിക്കാൻ ഇല്ലാതിരിക്കുമ്പോഴും അവരൊരു ആനന്ദം അനുഭവിക്കുന്നുണ്ട്, ഒരു ആത്മസുഖം അനുഭവിക്കുന്നുണ്ട്. അപ്പോ അവിടെ വരുന്ന അമ്മ അല്ലെങ്കിൽ ഒരാൾ അവരുടെ ആത്മസുഖത്തിന് വേണ്ടി എന്ന് നമുക്ക് പറയാം അല്ലെ? അവരുടെ സുഖത്തിന് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് എന്ന് പറയുന്ന അവനവനാണ്, അവനവന്റെ സുഖത്തിന് വേണ്ടിയാണ്. അവിടെ ഈ കരിമ്പിന്റെ കെട്ടെടുത്തുകൊണ്ട് പോകുന്ന ചുമട്ടുകാരനുണ്ട്, അവന്റെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയാണ്. അവിടെ ലോറി ഡ്രൈവറുണ്ട്, അയാളുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയാണ്, അയാളുടെ ആത്മസുഖത്തിന് വേണ്ടിയാണ്. ലോറിയുടെ ഉടമയുണ്ട്, അയാളുടെ ആത്മസുഖത്തിന് വേണ്ടിയാണ്. കമ്പനിയുടെ ആ കൃഷിയുടെ ഉടമസ്ഥൻ, കർഷകൻ, അയാളുടെ ആത്മസുഖത്തിന് വേണ്ടിയാണ്. കമ്പനി ഉടമസ്ഥൻ അയാളുടെ ആത്മസുഖത്തിന് വേണ്ടി. അവിടെ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ അവരുടെ ആത്മസുഖത്തിന് വേണ്ടിയാണ്. അങ്ങനെ ഈ മിഠായി ഉണ്ടാക്കുന്ന ഫാക്ടറി ജോലി ചെയ്യുന്നത് അവരുടെ സുഖത്തിന് വേണ്ടിയാണ്. ഹോൾസെയിലർ അയാളുടെ ആത്മസുഖത്തിന് വേണ്ടിയാണ്. ഈ ചെറിയ റീറ്റെയിലർ അയാളുടെ ആത്മസുഖത്തിന് വേണ്ടിയാണ്. നമ്മൾ ചെന്ന് വാങ്ങിക്കുന്നത്, ഇത് കഴിക്കുന്നത് നമ്മളുടെ ആത്മസുഖത്തിന് വേണ്ടിയാണ്. ആണോ അല്ലയോ? നോക്കൂ, നമ്മളൊരു ജീരക മിഠായി കഴിക്കുന്നതിന് എത്ര പേരുടെ പ്രയത്നമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്? നമ്മൾ എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ചങ്ങലയിൽ കോർത്തിടാനുള്ള ആയിരക്കണക്കിന് ജനങ്ങളുടെ പ്രയത്നമാണ്, അവരുടെയൊക്കെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിൻ്റെ ഭാഗമാണ് നമ്മുടെയൊക്കെ ആത്മസുഖം പ്രദാനം ചെയ്യുന്നതിന് കാരണമായി മാറുന്നത്. എന്തും ഇതുപോലെയാണ്. നമുക്ക് ചിലരെയൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര പുച്ഛമായിരിക്കും, പക്ഷെ അവരൊക്കെ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ കഞ്ഞി വെച്ച് കഴിക്കാൻ കഴിയുന്നത്. നമ്മൾ തക്കാളി കൊണ്ട് കറി വെക്കണമെന്നുണ്ടെങ്കിൽ അവർ വെയിലത്ത് കരിഞ്ഞു നിൽക്കണം. എത്രയോ പേരുടെ ആത്മസുഖം ആണ് നമ്മുടെ ആത്മസുഖത്തിന് കാരണമായി മാറുന്നത്. അതായത് ആത്മസുഖം എന്ന് പറയുന്ന ഒരൊറ്റ സാധനം കൊണ്ട്, ഒരൊറ്റ കണ്ണിയിൽ ലക്ഷക്കണക്കിനല്ല ഈ ലോകത്തെ മുഴുവൻ മനുഷ്യനെയും നമുക്ക് ഓർത്തിണക്കാൻ കഴിയുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? ആത്മസുഖം എന്നത് ഒരു മനുഷ്യന്റെ അല്ല. ഇപ്പൊ നിങ്ങളിവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ആത്മസുഖത്തിന് വേണ്ടിയാണ്. ഞാനിവിടെ വന്ന് ഇത് ചെയ്യുന്നത് എൻ്റെ ആത്മസുഖത്തിന് വേണ്ടിയാണ്. ഈ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യനും ജീവിക്കുന്നത് അവരുടെ ആത്മസുഖത്തിന് വേണ്ടിയാണ്. ഒരാൾ ആത്മഹത്യ ചെയ്യുന്നതും അയാളുടെ ആത്മസുഖത്തിന് വേണ്ടിയാണ്. എന്തും ചെയ്യുന്നത് അവരവരുടെ ആത്മസുഖത്തിന് വേണ്ടി മാത്രമാണ്. ഇതിൽ എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടോ? ഒരാൾ മറ്റൊരാളിനെ കൊല്ലുന്നതും അയാളുടെ ആത്മസുഖത്തിന് വേണ്ടിയാണ്. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം. ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യര് മാത്രമല്ല, മുഴുവൻ ജീവജാലങ്ങളും അവരുടെ ആത്മസുഖത്തിന് വേണ്ടിയാണ് ഓരോന്നും ചെയ്യുന്നത്. മറ്റൊരാൾ, നമ്മൾ പറയും ഞാൻ നിനക്ക് വേണ്ടിയാണ് ഇത്രയും ജീവിച്ചത്, തിരിച്ചു ചോദിക്കും. അങ്ങനെ നമ്മൾ അവർക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിച്ചെങ്കിൽ അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതിൽ നമ്മളൊരു ആനന്ദം കണ്ടെത്തുന്നത് കൊണ്ട് തന്നെയാണ്. അവരുടെ ആത്മസുഖത്തിന് വേണ്ടി അല്ല നമ്മൾ ജീവിക്കുന്നത്, നമ്മുടെ ആത്മസുഖത്തിന് വേണ്ടിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല നിലയാകുന്നതിന് വേണ്ടി നമ്മൾ എന്തെല്ലാം ത്യാഗം ചെയ്യുമ്പോഴും അതിൽ നമുക്കൊരു സുഖമുണ്ട്. അത് മനുഷ്യന്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ ലോകത്തുണ്ടായിരിക്കുന്ന സകല ജീവജാലങ്ങളുടെയും കാര്യത്തിൽ ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം, സകലവും ഇന്ന് സദാ ചെയ്തിടുന്നു.
അതുകൊണ്ട് അതാണ് രണ്ടാം ഭാഗം. എന്താണ്? ജഗതിയിൽ ഇമ്മതം. ഇതാണ് എല്ലാവരുടെയും മതം. എൻ്റെ മതം എൻ്റെ സുഖം എന്നത് തന്നെയാണ്. എൻ്റെ മതം വേറൊരാളുടെ സുഖമല്ല. വേറൊരാളിൻ്റെ സുഖം എൻ്റെ മതമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ സുഖം തന്നെയാണ്. വേറൊരാളിന് സുഖം അനുഭവിക്കുമ്പോൾ, കൊടുക്കുമ്പോൾ ഞാനൊരു സുഖം അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ സേവനം ചെയ്യുന്നത്. മദർ തെരേസ ഇത്രയും ചെയ്തത് അങ്ങനെ ചെയ്യുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു സുഖമുണ്ട്, ആത്മസുഖമുണ്ട്. അതുകൊണ്ടാണ് അവർ ജനസേവനത്തിന് ഇറങ്ങിയിരിക്കുന്നത്. എല്ലാ രാഷ്ട്രീയക്കാരും അങ്ങനെ ചെയ്യുമ്പോൾ അവരനുഭവിക്കുന്ന സുഖമുണ്ട്. ലോക നന്മയ്ക്കായി ഗുരു ഇറങ്ങിയപ്പോൾ ഗുരു അതിൽ നിന്ന് ഒരു ആത്മനിർവൃതി സുഖം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ലോകത്ത് എല്ലാ മതങ്ങളും എന്ത് തന്നെ ചെയ്യുന്നത്? മനുഷ്യരെല്ലാം ആത്മസുഖത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ എല്ലാ മതങ്ങളും എന്താണ്? അതിലെ വിശ്വാസികൾക്ക് സുഖം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് നിലകൊള്ളുന്നത്. ഒരു മതം പറയുകയാണ്, ഞങ്ങളുടെ മതത്തിൽ വന്നാൽ നിങ്ങൾക്ക് ആവശ്യത്തിന് കഷ്ടപ്പാടുകൾ തരാം എന്ന് പറഞ്ഞാൽ ആ മതം അവിടെ കാണുമോ? എല്ലാ മതങ്ങളും പറയുന്നത് ഞങ്ങളുടെ കൂടെ വരൂ, ഞങ്ങൾ നിങ്ങൾക്ക് സുഖം തരാം, ശാന്തി തരാം, മോക്ഷം തരാം എന്നൊക്കെയാണ്. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങു സദാപി ചെയ്തിടുന്നു. ജഗതിയിൽ ഇമ്മതം. ഏത് മതം? എല്ലാവരും ആത്മസുഖത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന മതം. ജഗതിയിൽ ഇമ്മതം ഏകം. എല്ലാവരും ആത്മസുഖത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നുള്ള വസ്തുത മതങ്ങളെ സംബന്ധിച്ചും ഒരുപോലെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഉള്ളം ശാന്തതയാക്കി വെക്കൂ. എന്താണ് ശാന്തമാകുന്നത്? എല്ലാ മതങ്ങളും ഇതാണെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു മതത്തോട് എനിക്ക് പ്രത്യേക അഭിനിവേശത്തിന്റെ ആവശ്യമുണ്ടോ? ഞാൻ ബുദ്ധമതത്തിൽ പോയി കഴിഞ്ഞാലും എനിക്ക് കിട്ടുന്നത് എന്താണ്? ഈ സുഖം തന്നെയാണ്. അതേ സുഖം തന്നെ എനിക്ക് ക്രിസ്തുമതത്തിൽ നിന്നും കിട്ടുള്ളൂ, അതേ സുഖം തന്നെ എനിക്ക് ഹിന്ദുമതത്തിൽ നിന്നും കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ നിലവിലുണ്ടായിരിക്കുന്ന എൻ്റെ മതം, സുഖം എന്ന മതത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോവേണ്ട ആവശ്യം ഇല്ല. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് മതവിദ്വേഷം ഉണ്ടാവാതെ തൻ്റെ മതത്തോടുണ്ടായിരിക്കുന്ന ഭ്രമമോ മറ്റു മതങ്ങളോടുണ്ടായിരിക്കുന്നതായ വിരോധമോ ഇല്ലാതെ ശാന്തരാവൂ. അത് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി അറിയണം. ഈ ഭൂതലം എത്രയോ തവണ രക്തം കൊണ്ട് നനഞ്ഞു പോയിട്ടുണ്ട്. അതിന് കാരണം പലപ്പോഴും മതഭ്രമമാവാം, അല്ലെങ്കിൽ ദേശഭക്തി എന്നതാവാം. അതും അല്ല എങ്കിൽ നമ്മൾ വിഗ്രഹാരാധനയോടുണ്ടായിരിക്കുന്ന ഭ്രമമാവാം. ഏതെങ്കിലും ഒരു ആദർശത്തോടുള്ള പ്രേമമാവാം. ഇതൊക്കെ കൊണ്ട് ഈ ഭൂതലം ധാരാളം തവണ രക്തപങ്കിലമായി പോയിട്ടുണ്ട്. അതിനുള്ള പരിഹാരം കൂടിയാണ് ഈ 46, 47, 48, 49 ശ്ലോകങ്ങളിൽ ഗുരു തരുന്ന ഒരു സന്ദേശം. ആ സന്ദേശം ഇപ്പൊ പറഞ്ഞ വസ്തുതയ സാധൂകരിക്കുന്നതാണ് 48ാമത്തെ ശ്ലോകം. ഇപ്പോ ഗുരുവിന്റെ ദർശനം, മതദർശനം എന്ന് പറയുന്നത് ഈ 5 ശ്ലോകങ്ങളിലാണ്. അത് നമുക്കൊന്ന് റിവ്യൂ ചെയ്തതിന് ശേഷം 48ാം ശ്ലോകത്തിലേക്ക് പോകാം. അപ്പോ മതദർശനം എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് സംഗ്രഹിച്ചെടുക്കുകയാണെങ്കിൽ എങ്ങനെ കാണാം? എല്ലാ മതങ്ങളുടെയും സാരം ഒന്ന് തന്നെയാണ്. ഏതെങ്കിലും ഒരു മതം മറ്റൊരു മതത്തെക്കാൾ മുകളിലോ താഴെയോ ആവുന്നില്ല. എല്ലാ മതങ്ങളിലും ശ്രേഷ്ഠ മൂല്യങ്ങൾ ഉണ്ട്. ഒരു മതത്തിനെ മറ്റൊരു മതത്തിന് കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല. ഒരു മതത്തോട് നിന്ദ്യമോ ഇഷ്ടമോ കാണിക്കാനുള്ള
സാധ്യത ഇല്ല. മതവൈര്യം ഉണ്ടാകാതിരിക്കണം എന്നുണ്ടെങ്കിൽ മതത്തിന്റെ ആന്തരിക മൂല്യങ്ങളെ അറിയണം. അതിന്റെ ബാഹ്യതലങ്ങളിൽ കൂടി മാത്രം സഞ്ചരിക്കുന്നവരാണ് എന്തുണ്ടാക്കുന്നത്? മതവൈര്യവും മതസംഘട്ടനത്തിലേക്കും കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് മതങ്ങളുടെ ബാഹ്യതലങ്ങളിൽ കാണുന്നതായ വൈരുദ്ധ്യങ്ങളിൽ നിന്നും മതങ്ങളുടെ ആന്തരിക മൂല്യങ്ങൾ ഉണ്ടാകുന്നതായ ഏകത്വത്തിലേക്ക് എത്താൻ എല്ലാവർക്കും കഴിയണം. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് എല്ലാവരും എല്ലാ മതങ്ങളും പഠിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ മതവൈര്യമേ ഉണ്ടാവില്ല. മിനിമം എല്ലാ മതങ്ങളുടെയും ആന്തരിക മൂല്യങ്ങളെ സംബന്ധിച്ചൊരു പൊതുധാരണ എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഇവിടെ മതവൈര്യവും ഒന്നും ഉണ്ടാവില്ല, ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല, മത മാറ്റം കൺവേർഷൻ എന്ന് പറയുന്നതും ഉണ്ടാവില്ല. കാരണം പോയിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ഇപ്പൊ നിലനിൽക്കുന്ന മതത്തിൽ നിന്ന് തന്നെ എനിക്കെന്ത് കിട്ടുന്നുണ്ട്? ഈ പറയപ്പെടുന്ന മൂല്യങ്ങൾ, സ്നേഹവും സാഹോദര്യവും ജ്ഞാനവും തുടങ്ങിയുള്ള നിരുപാധികമായ മൂല്യങ്ങൾ. അതാണ് പ്രാധാന്യം. സ്വാഭാവികമാവരുത്, നിരുപാധികമായ സ്നേഹം, അൺകണ്ടീഷണൽ ലവ്, അൺകണ്ടീഷണൽ കമ്പാഷൻ, അത് മതത്തിന്റെ മൂല്യമാണ്. അതാണ് നമ്മെ ശാന്തതയിലേക്ക്, നമ്മുടെ ഉള്ളം തണുപ്പിക്കുന്നതിന് ഇടയാക്കുന്നത്. ഇനി 48-ാം ശ്ലോകത്തിലേക്ക് വരുമ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെ, മതവൈര്യവും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ എന്താണ് ഒരു വേ ഔട്ട്, എന്താണ് അതിനൊരു പരിഹാരം? അതാണ് ഈ 48-ാം ശ്ലോകം. ആ ശ്ലോകം നമുക്കൊന്ന് പരിശോധിക്കാം. തനുവിലമർന്ന ശരീരിതന്റെ സത്താതനുവിലതെന്റേതിതെന്റേതെന്ന് സർവം തനിതയൊഴിഞ്ഞു ധരിച്ചിടുന്നു സാക്ഷാൽ അനുഭവശാലികളാമിതോർക്കിലാരും. തരുവിലമർന്ന ശരീരിതന്റെ സത്താതനുവിലതെന്റേതിതെന്റേതെന്ന് സർവം തനിതയൊഴിഞ്ഞു ധരിച്ചിടുന്നു സാക്ഷാൽ അനുഭവശാലികളാമിതോർക്കിലാരും. അവിടെ നമ്മൾ ചില കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. മറ്റേ 49-ാം ശ്ലോകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ക്ലിയർ ആണല്ലോ അല്ലേ? എന്തെങ്കിലും സംശയമുണ്ടോ അവിടെ? 48-ൽ സംശയം ഉണ്ടാകാം, അത് പറഞ്ഞുതരാം. നമ്മൾ എഴുതിയിരിക്കുന്ന നേരത്തെ കാണിച്ചതാണ്. ഹിന്ദുമതം, ഇസ്ലാം മതം, ഏതൊക്കെ മതം എടുത്തു കഴിഞ്ഞാൽ എല്ലാം എന്ത് തന്നെയാണ്? ആത്മസുഖം എന്നതാണ്. ഓരോ വ്യക്തിക്കും എന്താണുള്ളത്? ആത്മസുഖത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. അതുപോലെ തന്നെയാണ് എന്തെന്ന് പറയുന്നതും മതങ്ങളും ഇത് തന്നെയാണ്. അതായത് മനുഷ്യരുടെ മതം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കണ്ടു കഴിഞ്ഞു. മനുഷ്യരുടെ മതം എന്താണ്? ആത്മസുഖം തന്നെയാണ് അല്ലേ? അങ്ങനെ ആകുമ്പോ മനുഷ്യരുടെ സുഖം, മനുഷ്യരുടെ മതം എന്നത് ആത്മസുഖമാണെന്നുള്ള രഹസ്യം അറിഞ്ഞു കഴിഞ്ഞാൽ അകതാര് അമർത്താൻ കഴിയും, ഉള്ളം ശാന്തമായിരുത്താൻ കഴിയും എന്നതാണ്. വ്യക്തികളുടെ മതം എന്ന് പറയുന്നത് ആത്മസുഖം തന്നെയാണ്. മതം മീൻസ്, അതിന്റെ മലയാളം നമ്മൾ അതിനെ ഒരു അർത്ഥത്തിലേക്ക് പോവുകയാണെങ്കിൽ മതം എന്ന് പറയുന്നത് നമ്മളുടെ അഭിലാഷം അല്ലെങ്കിൽ ആഗ്രഹം, അതല്ലെങ്കിൽ അഭിപ്രായം എന്നൊക്കെ പറയും. എൻ്റെ അഭിപ്രായം ഇതാന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? എൻ്റെ അഭിപ്രായം എൻ്റെ സുഖം തന്നെയാണ്. ആ അർത്ഥത്തിലാണ് ഇവിടെ മതത്തെ ഗുരു കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഓരോ വ്യക്തികളുടെയും ലക്ഷ്യം അല്ലെങ്കിൽ മതം ആത്മസുഖം, അവനവന്റെ സുഖം ലഭിക്കുക എന്നത് മാത്രമാണ്. ഇത് തന്നെയാണ് വ്യക്തികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന മതത്തിൻ്റെയും മതം എന്ന് പറയുന്നത് ആത്മസുഖം പ്രദാനം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഈ വസ്തുത അറിയുമ്പോഴാണ് നമ്മൾ മതവൈര്യം കൊണ്ട് പ്രസക്തിയില്ല എന്ന് ബോധ്യമായി നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ഉള്ളത്തെ അടക്കി ശാന്തരായി മാറുന്നത്. സംശയമുണ്ടോ? ഉണ്ടോ? ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ സംശയം ഉണ്ടെന്നാണ്.
ഇനി നമുക്കിതിലേക്ക് വരാം. 48-ാം ശ്ലോകത്തിലേക്ക് വരുമ്പോൾ എന്താണ്? തനുവിലമർന്ന ശരീരി തന്റെ സത്താ തനുവിൽ അതെന്റേത് ഇതെന്റേതെന്ന് തനുതയൊഴിഞ്ഞ്, ശരീരബോധം വിട്ടതാണ്, തനുതയൊഴിഞ്ഞ് ധരിച്ചിടുന്നു. സാക്ഷാൽ അനുഭവശാലികൾ. നേരത്തെ ബുദ്ധി എന്ന് പറഞ്ഞതുപോലെ അനുഭവശാലികളാം എന്ന് പറയുന്നത് അനുഭവശാലികളാകും. ആരും അനുഭവശാലികളാകും. ആരും നിരുപാധികമായ മൂല്യത്തിൽ വ്യവഹരിക്കുന്നവരാകും. ആരും നിത്യമായ ശാന്തതയിൽ മൗനത്തിൽ എത്തും. എന്ത് ചെയ്താൽ എന്നുള്ളതാണ്. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് ഒരാള് ബസ്സിൽ കയറാൻ തെള്ളിപ്പിടിച്ചു കയറി, അകത്ത് കയറി ചെന്നപ്പോ അദ്ദേഹം സീറ്റിലിരുന്ന് ഒറ്റ വിളിച്ചു, അയ്യോ എൻ്റെ എല്ലാം പോയി. എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എന്താ പറഞ്ഞത്? എൻ്റെ കയ്യിലുണ്ടായിരുന്ന 50,000 രൂപ ആരോ പോയി. എൻ്റെ 50,000 രൂപയെന്നായി വിളി. അയാൾ ആ പരിസരമൊക്കെ മറന്നുപോയി. അവിടെ ഇരിക്കുന്നത് ആരാണെന്നോ താൻ എവിടെയാണ് ഇരിക്കുന്നതെന്നോ എല്ലാം വിട്ടുപോയിട്ട് ഇപ്പൊ അയാൾ എവിടെയാണ്? ഈ 50,000 രൂപയിൽ എൻ്റെ ജീവിതം പോയി എന്നാണ് പറയുന്നത്. അയാളുടെ ജീവിതമായിട്ട് അയാളിപ്പോ കാണുന്നത് ഈ 50,000 രൂപയിലാണ്. എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഒരു അമ്മൂമ്മ മുറ്റത്ത് എന്തോ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഏതോ ഒരു സാധനത്തെ ചവിട്ടി, അയ്യോ എന്നെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞു. അയ്യോ ഞാനിപ്പോൾ ചത്തുപോകുമ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പം മകൻ വന്ന് നോക്കിയപ്പോൾ അതൊരു ആര്, ഒരു എന്തോ കമ്പിന്റെ ആര് കാലിൽ കയറിയതാണ്. അപ്പൊ ആദ്യം വിളിച്ചതെന്താണ്? എൻ്റെ പ്രാണൻ പോയി എന്നുള്ള ഭയമായിരുന്നു. രണ്ടാമത് അയ്യോ എൻ്റെ കാലെന്നായി. അത് കാലിൽ എന്ത് ചെയ്തു? ഞങ്ങളുടെ നാടൻ രീതിയിലൊക്കെ പറയുകയാണെങ്കിൽ ഇത്തിരി കാപ്പിപ്പൊടി വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം തീരുമല്ലോ എന്ന് ചോദിച്ചു. കാപ്പിപ്പൊടി വെച്ചു. കായൊക്കെ പിറ്റേ ദിവസം നോക്കുമ്പോഴത്തേക്കൊക്കെ പഴുത്തിരിക്കുന്നു. ഓരോന്ന് പറഞ്ഞു. അതൊക്കെ ചെയ്തു. ഒടുവിൽ കാലാകെ പഴുത്ത് കുഴപ്പമായി. ഇവർക്ക് ഡയബറ്റിക് ആയിരുന്നു. കാല് മുറിച്ച് കളയണമെന്ന് ഡോക്ടർ പറഞ്ഞു. കാല് മുറിച്ച് കളയണമെന്ന് പറഞ്ഞപ്പം അവർക്ക് വേറൊരു വലിയ പ്രശ്നം, അന്ത്യകൂദാശയ്ക്ക് എത്തണമെന്നും 2 കാലിൽ നടന്നു ചെല്ലണമെന്നാണ് ക്രിസ്തുമത വിശ്വാസം. അയ്യോ എനിക്ക് അന്ത്യകൂദാശയ്ക്ക് എത്താൻ പറ്റുകയില്ലല്ലോ എന്നായി. അപ്പോഴത്തേക്ക് നോക്കൂ, ഈ പോകുന്ന പോക്ക് കണ്ടില്ലേ എങ്ങനെയാണ്? ആദ്യം എന്താ പറഞ്ഞത്? അയ്യോ എൻ്റെ ജീവനാണ് പറഞ്ഞത്. അപ്പോൾ ജീവനുമായിട്ട് താതാമ്യം പ്രാപിച്ചു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ കാല് എന്നായി, കാലുമായിട്ട് താതാമ്യം പ്രാപിക്കുകയാണ്. അത് കഴിയുമ്പോഴത്തേക്ക് അന്ത്യകൂദാശയിലേക്ക് അയ്യോ എന്നതിലേക്കായി. നമ്മൾ പലപ്പോഴും കണ്ടിട്ടേ, അമ്മമാരൊക്കെ, ഒരു അമ്മ തൻ്റെ കുഞ്ഞ് വെള്ളത്തിൽ വീഴുമ്പോഴത്തേക്ക് തൻ്റെ ശരീരബോധം എല്ലാം മറന്നിട്ട് എന്ത് ചെയ്യും? കുഞ്ഞിനോടൊപ്പം എടുത്ത് ചാടും. അപ്പൊ ശരീരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ബോധമൊന്നുമില്ല, തൻ്റെ ജീവൻ എന്നുള്ള ബോധമില്ല. അവിടെ എല്ലാ ആ തനുബോധം, ശരീരബോധം മുഴുവൻ വിട്ടിട്ട് കുഞ്ഞിലേക്ക് അങ്ങ് എത്തിപ്പോവുകയാണ്. ഇതെല്ലാം മനുഷ്യനും ഓരോരോ സന്ദർഭങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആണോ അല്ലയോ? എന്ത് സംഭവിച്ചു? ഇതുപോലെയാണ് മതവൈര്യം ഉണ്ടാകുമ്പോഴും മതത്തിന് വേണ്ടി തന്നെ ആഹൂതി ചെയ്യാൻ പോലും മതവാദികൾ പലപ്പോഴും തയ്യാറാവാറുണ്ട്. മതത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു കൊല്ലാനും തൻ്റെ ശരീരവും ഒക്കെ പോകുമെന്നറിയാം. ആ ബോധമൊന്നും അപ്പം തന്നെ ഉണ്ടാവില്ല. കാരണം മതവുമായിട്ട് അത്രമാത്രം താതാമ്യം പ്രാപിച്ചു പോവുകയാണ്. അതാണ് ഇവിടെ തനുവിലമർന്ന ശരീരി. തനു മീൻസ് ശരീരത്തിൽ അമർന്നിരിക്കുന്ന ശരീരി, ആത്മാവ്, അറിവ്. നമ്മൾ ഓരോരുത്തരും എന്ന് പറയുന്നത് ഈ ശരീരത്തിൽ അമർന്നിരിക്കുന്ന ആത്മാക്കളാണ്, അല്ലെങ്കിൽ അറിവാണ്. ആ തനുവിൽ അമർന്ന ശരീരി തന്റെ സത്താതനു, തനുവിന്റെ സത് രൂപം എന്നതാണ്. എന്താണത്? ആത്മാവ്. സത്താതനുവിൽ അതെന്റേത് ഇതെന്റേത്. ഇപ്പൊ നമ്മൾ കണ്ടതാണ്. എന്താണ്? അയ്യോ എൻ്റെ ആത്മാവ്, എൻ്റെ പ്രാണം പോയി. അയ്യോ എൻ്റെ 10,000 രൂപ, അതെന്റേത് ഇതെന്റേതെന്ന് നമ്മൾ അതുമായിട്ട് അങ്ങ് താതാമ്യം പ്രാപിച്ചു പോവുകയാണ്. ഇതുപോലെയാണ് മതവൈര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മതത്തിനു വേണ്ടി തൻ്റെ ശരീരബോധത്തെ പോലും വിട്ടുകൊണ്ട് അതിനെ ഉപേക്ഷിക്കാൻ, ആഹൂതി ചെയ്യാൻ, ബലി കൊടുക്കാൻ തയ്യാറാവുന്ന തരത്തിലേക്ക് മനുഷ്യൻ പോകുന്നു.
സർവം തനുതയൊഴിഞ്ഞ് ധരിച്ചിടുന്നു, സാക്ഷാൽ അനുഭവശാലികളാം ഇത്. അവിടെ നമ്മൾ ഈ കാര്യം എഴുതിച്ചിട്ടുണ്ട്. സാക്ഷാൽ അനുഭവശാലികളാകും. എങ്ങനെയാണ് സാക്ഷാൽ അനുഭവശാലികളാവുന്നത്? ഇത് ഓർക്കുകിൽ ആരും. ഇത് ഓർക്കുകയാണെങ്കിൽ ആരും സാക്ഷാൽ അനുഭവശാലികളാവും എന്നാണ്. ഏത് ഓർക്കിൽ, അതാണ് നമ്മൾ ചോദ്യമായിട്ട് അവിടെ ഇരിക്കുന്നത്. ഏത് ഓർക്കുമ്പോഴാണ് നമ്മൾ അനുഭവശാലികളായി മാറുന്നത്? എന്താണ് അനുഭവശാലികൾ എന്ന് പറയുന്നത്? മൂല്യങ്ങളുടെ അനുഭവം അനുഭവിക്കുക എന്നാണ്. ഏത് മൂല്യം? ഒരു ഉദാഹരണം എടുക്കാം. സ്നേഹം എന്ന മൂല്യം നമ്മളുടെ അനുഭവമാകുമ്പോൾ നമുക്ക് ഈ ലോകത്തിൽ സ്നേഹമില്ലാത്ത ഒരു ജീവിയും കാണില്ല. അങ്ങനെ അനുഭവശാലി ആയതുകൊണ്ടാണ് ഗുരു ഒരു പീഠ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പ എന്ന് പറയാനുള്ള അനുഭവത്തിലേക്ക് വന്നത്. അങ്ങനെയുള്ള അനുഭവശാലികളാകും ആരും. ഗുരു മാത്രമല്ല, ശ്രീബുദ്ധൻ മാത്രമല്ല, യേശുക്രിസ്തു മാത്രമല്ല, നമ്മൾ ഓരോരുത്തർക്കും അങ്ങനെ അനുഭവശാലികളായി മാറാം. എങ്ങനെ എന്നതാണ്. എങ്ങനെയാണത്? ഇതോർക്കുകിൽ. ഏതോർക്കുകിൽ? അതാണ് തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത്. എന്താണ്? ഇതെന്റേതെന്ന് സർവം തനുതയൊഴിഞ്ഞു ധരിച്ചിടുന്നു. അപ്പോഴാണ് അനുഭവശാലികൾ ആവുന്നത്. നമ്മളിപ്പോ പറഞ്ഞു ഒരു ഏകീഭവിക്കൽ. ഒരു ശരീരവും മറ്റൊരു ശരീരവും തമ്മിലല്ല ഏകീഭവിച്ചത്. അയാളുടെ ശരീരവും 500 രൂപ എന്ന് പറയുന്ന പേപ്പർ കഷ്ണവും തമ്മിലല്ല ഏകീഭാവം നടന്നത്. ആണോ? ഏകീഭാവം നടന്നത് എന്താണ്? ഏകീഭാവം എന്ന് പറഞ്ഞത് അപ്പോൾ അയാളുടെ ശരീരവും മനസ്സും ബുദ്ധിയും എല്ലാം പോയിട്ട് അയാൾ എന്തായി മാറി? ഈ 50,000 രൂപയായിട്ട് അങ്ങ് മാറുകയാണ്. ഈ അമ്മ എന്തായിട്ട് മാറി? തൻ്റെ പ്രാണൻ പോകും എന്ന ഭയമാണ്. പ്രാണനായിട്ട് അങ്ങ് മാറുകയാണ്. തൻ്റെ കാല് എന്ന് പറയുമ്പോഴത്തേക്ക് തൻ്റെ ശരീരവും തൻ്റെ കാല് പ്രത്യേകിച്ച് എടുത്തു വെച്ച് രണ്ടും കൂടെ ഒന്നാവുകയല്ല ചെയ്യുന്നത്. അപ്പോ ശരീരത്തിന്റെ തലത്തിലല്ല, ഭൗതിക തലത്തിലല്ല ഏകീഭാവം സംഭവിക്കുന്നത്. ഒന്നാവുന്നത് ആത്മാവിന്റെ തലത്തിൽ, അല്ലെങ്കിൽ അറിവിന്റെ തലത്തിലാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഇതെന്റേതെന്ന് സർവം തനുതയൊഴിഞ്ഞു ധരിച്ചിടുന്നു. എന്തൊഴിഞ്ഞ്? തനുതയൊഴിഞ്ഞാണ്. തനുത ശരീരം. ശരീരത്തെ വിട്ട്, ശരീരത്തെ ഒഴിവാക്കി അറിവിന്റെ തലത്തിൽ, ആത്മാവിന്റെ തലത്തിൽ, ബോധത്തിന്റെ തലത്തിൽ നമ്മൾ ഏതിനുമായിട്ടാണോ ഏകീഭവിക്കുന്നത് അതിനൊരു ശരീരമുണ്ട്. 50,000 രൂപയ്ക്ക് ഒരു ശരീരമുണ്ട്, എനിക്കൊരു ശരീരമുണ്ട്. എൻ്റെ തനിത ഞാൻ ഒഴിഞ്ഞു, അതുപോലെ തന്നെ 50,000 രൂപയുടെ തനിതയും ഞാൻ ഒഴിഞ്ഞു. പിന്നെ ഞാൻ 50,000 രൂപ എന്ന കെട്ടും എൻ്റെ ശരീരം എന്ന ഇതും കൂടെ തന്നെയാണോ ഒന്നാവുന്നത്? ഒരിക്കലും അത് ഒന്നാക്കാൻ പറ്റില്ല. അത് രണ്ടായിട്ടേ ഇരിക്കും. അല്ലേ? ആണോ അല്ലയോ? ഞാൻ എൻ്റെ ഈ ആത്മോപദേശ ശതകം പുസ്തകം കാണാതെ, അയ്യോ എൻ്റെ പുസ്തകം കാണാതെ പോയെന്ന് പറഞ്ഞ് എനിക്കിനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ ഈ ശരീരവും ഈ ആത്മോപദേശ ശതകം പുസ്തകവും തമ്മിലാണോ ഒന്നാകുന്നത്? പിന്നെ എന്താണ് ഒന്നായത്? ഞാൻ എന്ന അറിവ്, ഞാൻ എന്ന ആത്മാവും ഈ അതേപോലെ ഈ പുസ്തകമായിരിക്കുന്ന ഒരു അറിവുണ്ട്, ഒരു ആത്മാവുണ്ട്. നമ്മൾ കണ്ടില്ലേ? അതിനാണ് ഞാൻ നേരത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞത്. കടലിലെ തിരമാലയായിട്ടിരിക്കുന്നത് പൊരുളിൽ ജലമാണ്. ജലവും തമ്മിലാണ് ഒന്നാവുന്നത്. തിരമാലയുടെ രൂപവും മറ്റേ തിരമാലയുടെ രൂപവും തമ്മിൽ ഒന്നാകാൻ പറ്റില്ല. ഈ വിളക്കിന്റെ രൂപവും ഇത് ഉരുക്കി നമ്മൾ ഒരു മന്ദയാക്കുമ്പോൾ മന്ദയുടെ രൂപവും തമ്മിൽ ഏകീഭവിക്കാൻ പറ്റില്ല. ഏകീഭവിക്കുന്നത് ലോകത്തിന്റെ തലത്തിലാണ്. ഇതേ സംഗതി തന്നെ മറ്റേതായെന്ന് മാറുകയാണ് എന്ന് പറയുന്നത് പോലെ
ഞാൻ ഒരു ഒന്നുമായി ഏകീഭവിക്കുന്നു എന്ന് പറയുമ്പോൾ തനിതയൊഴിയും, ശരീരം വിട്ട് രണ്ടും ഒന്നാകും. ഞാൻ പുസ്തകം എന്ന അറിവ് എൻ്റെ ഉള്ളിലുണ്ട്. ആ അറിവും ഞാൻ എന്ന അറിവും ഒന്നായി മാറുകയാണ്. അവിടെ ഞാൻ എന്ന ശരീരഭാവം വിട്ടിട്ട് പുസ്തകഭാവം മാത്രമേ എൻ്റെ ഉള്ളിലുള്ളൂ. പുസ്തകം എന്ന അറിവ് മാത്രമേ എൻ്റെ ഉള്ളൂ, അല്ലെങ്കിൽ പുസ്തകത്തിന്റെ ആത്മാവ് മാത്രമേ ഉള്ളൂ എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടോ? അമ്മ കുഞ്ഞ് വെള്ളത്തിലേക്ക് വീണപ്പോൾ അയ്യോ എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞ് എടുത്തു ചാടുമ്പോൾ അമ്മയുടെ ശരീരബോധമേ ഇല്ല. കാരണം എൻ്റെ ശരീരം വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ഞാൻ മുങ്ങിച്ചെത്തു പോകുന്നൊന്നും ചിന്തിക്കാൻ അമ്മയ്ക്ക് കഴിയുന്നില്ല. അങ്ങനെ ഒരു ബോധമേ അമ്മ മറന്നുപോയി. ഞാൻ ഈ ശരീരമാണെന്നെല്ലാം മറന്നുപോയി. അമ്മയെ കുഞ്ഞെന്ന് പറയുന്ന അറിവും അമ്മ എന്ന അറിവും ഒന്നായി തീർന്നു. അവിടെ കുഞ്ഞെന്ന അറിവ് മാത്രമേ പിന്നെ അവിടെ ഉള്ളൂ. കുഞ്ഞിന്റെ ആത്മാവും അമ്മയുടെ ആത്മാവും ഒന്ന് തന്നെയാണ്. രണ്ടും ഒന്നായി അനുഭവിക്കുകയാണ്. തനിതയൊഴിഞ്ഞ് രണ്ടിന്റെയും തനിത അവിടെ ഒഴിയുകയാണ്. രണ്ടും ശരീരത്തോടു കൂടി ഇരിക്കുന്നതാണെന്നുള്ള ബോധം വിട്ടിട്ട് രണ്ടും ആത്മാവിന്റെ അറിവിന്റെ തലത്തിലേക്ക് വന്നുകൊണ്ട് സത്താതനുവിന്റെ തലത്തിൽ. എന്താണ് സത്താതനു? തനുവിന്റെ സത്ത്, ആത്മാവിന്റെ അല്ലെങ്കിൽ അറിവിന്റെ തലത്തിൽ ഒരു ധാരണം, ഒരു താദാമ്യം പ്രാപിക്കൽ ആണ് നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഏകീഭാവം എന്താണെന്ന് ബോധ്യം വന്നില്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവുകൊണ്ടാണ്. എങ്കിലേ നമുക്ക് ഈ ശ്ലോകം ക്ലിയർ ആവുകയുള്ളൂ. അങ്ങനൊരു ഏകീഭാവം എല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യനും നടക്കുന്നു. നമ്മളത് തിരിച്ചറിയുന്നില്ല എന്നേ ഉള്ളൂ. എന്നാൽ ഈ ഏകീഭാവം നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഇപ്പൊ നമ്മളൊരു കൊച്ചു കുഞ്ഞിന് ഒരു മിഠായി കൊടുക്കുകയാണ്. കരഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരുന്ന കുഞ്ഞിന് നമ്മൾ ജീരകമുട്ടായി കൊടുത്തു കഴിഞ്ഞാലും പെട്ടെന്ന് അത് വാങ്ങിച്ചിട്ട് ചിരിക്കും. എവിടുന്നാ ഈ സന്തോഷം വന്നത്, ഈ ആനന്ദം വന്നത്? നേരത്തെ ഈ ആനന്ദം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. പിന്നെ ഇപ്പം മാത്രം ഈ ആനന്ദം പ്രകടമായത് എന്തുകൊണ്ടാണ്? ഈ ആനന്ദം പ്രകടമാക്കുന്നതൊരു മാധ്യമമാണ്. ഏത്? മിഠായി. മിഠായി ചെല്ലുന്നതിന് മുമ്പ് വരെ കുഞ്ഞ് അലോസരത്തിലായിരുന്നു, അസ്വസ്ഥതയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് മറഞ്ഞിരിക്കുന്ന ആനന്ദത്തെ അത് മറച്ചു വെച്ചിരിക്കുകയാണ്. ആനന്ദത്തെ മറച്ചു വെച്ചിരിക്കുന്നതാണ് ദുഃഖം, അസ്വസ്ഥതകളൊക്കെ തന്നെ. എല്ലാവരുടെയും ഉള്ളിലുള്ളത് ആത്മസ്വരൂപം ആനന്ദം തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ എല്ലാം സ്വരൂപം എന്ന് പറയുന്നത് ആനന്ദമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖത്തെയും ആഹ്ലാദത്തെയും ദുഃഖത്തെയും ഒരുപോലെ ചേർത്ത് വെച്ച് അനുഭവവേദ്യമാകുന്ന അവസ്ഥയാണ് ആനന്ദം. അത് ശാന്തതയാണ്, മൗനമാണ്. ആ ശാന്തത എല്ലാവരിലുമുണ്ട്. പക്ഷെ അതിനെ മറച്ചു വെക്കുന്ന കുറെ ഘടകങ്ങളുണ്ട്. നമ്മളുടെ ഓരോരോ ആഗ്രഹങ്ങളും വിഷമതകളും ഒക്കെ നമ്മൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കി വെക്കുന്നതാണ്. എനിക്കത് വേണം, ഇത് വേണം, എൻ്റെ കയ്യിലിരിക്കുന്ന ഇതിന് നഷ്ടപ്പെട്ടു പോകുമോ, എൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോകുമോ, എനിക്ക് ആ ജോലി കിട്ടുമോ, എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുമോ, എനിക്ക് ആരോഗ്യം കിട്ടുമോ, ഇതെല്ലാം നമ്മളുടെ പ്രശ്നങ്ങളാണ്. അപ്പോഴാണ് എന്തുണ്ടാവുന്നത്? അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. ഈ അസ്വസ്ഥതയാണ് ആനന്ദത്തെ മറച്ചു വെച്ചിരിക്കുന്നത്. അതുപോലെയാണ് കുട്ടിക്ക് മിഠായി കൊടുത്തപ്പോൾ മനസ്സ് ശാന്തമായി, അപ്പോൾ കുട്ടി ആനന്ദം അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആനന്ദത്തെ പ്രകടമാക്കുന്നതിനുള്ള ഒരു ഉപാധിയുമായി, മിഠായിയുമായി കുട്ടിയുടെ ആത്മാവ്, അറിവ് ഏകീഭവിച്ചു. മനസ്സിലായോ? കുട്ടിയുടെ അറിവ്, കുട്ടി എന്നത്, കുട്ടിയുടെ അറിവ് എന്ന് വെച്ചാൽ കുട്ടി എന്ന അറിവ്, കുട്ടി എന്ന ആത്മാവ് ഏതുമായിട്ടാണ് ഏകീഭവിച്ചത്? ഈ മിഠായിയുമായിട്ടാണ്. അപ്പോഴാണ് കുട്ടിക്ക് ആനന്ദം അനുഭവിക്കാൻ കഴിയുന്നത്. അപ്പൊ രണ്ടാമതൊരു അവസ്ഥ ഉണ്ടാകണം. കുട്ടി എന്ന അറിവ് ആനന്ദവുമായി ഏകീഭവിച്ചു എന്ന് പറയാം. അപ്പൊ രണ്ട് തലത്തിൽ നമുക്കതിനെ കാണാം. ഇതുപോലെ മതത്തിന്റെ കാര്യത്തിലും വ്യക്തികളെ എടുത്തു കഴിഞ്ഞാൽ ഓരോ വ്യക്തിയും
രണ്ട് തരത്തിൽ ഉള്ള ഏകീഭാവം നടക്കുന്നു. ഒന്ന്, വ്യക്തി ആയിരിക്കുന്ന ആ അവസ്ഥ, ആ വ്യക്തിയും മതത്തിൻ്റെ ബാഹ്യതലങ്ങളുമായി ഒരു ഏകീഭാവം, ആചാരാനുഷ്ഠാനങ്ങളുമായിട്ട് അയാൾ അല്ലെങ്കിൽ മതവുമായിട്ട് നമുക്ക് അവിടെ പറയാം. ഇനി രണ്ടാമത്തേത്, ആ വ്യക്തി എന്ന ആത്മസ്വരൂപം, ആ വ്യക്തി എന്ന അറിവ് മതത്തിൻ്റെ മൂല്യങ്ങളുമായി, മറ്റേത് ബാഹ്യതലങ്ങളാണ്, മൂല്യങ്ങളുമായി ഒരു ഏകീഭാവം നടക്കും. എന്താണ് മൂല്യം? മതത്തിൻ്റെ ഒരു മൂല്യം നോക്കാം. സ്നേഹം, ക്ഷമ, കരുണ, ജ്ഞാനം, അനുകമ്പ. ഇതുമായിട്ട് വ്യക്തിയല്ല ഏകീഭവിക്കുന്നത്, പിന്നെയോ വ്യക്തി ആയിരിക്കുന്ന അറിവാണ്. സത്താതനു, സത്താതനു എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എക്സെൻഷ്യൽ ബോഡി എന്ന് പറയും. അതായത് അവരെ എന്നെ നിലനിർത്തുന്നത് ഏതൊരു സത്തയാണോ, ഞാനിങ്ങനെ നിൽക്കുന്നുണ്ട് എങ്കിൽ, സംസാരിക്കുന്നുണ്ട് എങ്കിൽ, നടക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ ഈ ശരീരത്തിന് മാത്രം അത് കഴിയില്ല. ഈ ശരീരം നിലനിൽക്കുന്നതിന് കാരണമാകുന്ന ഒരു സത്തയുണ്ട്, തിരമാലയായിട്ട് നിലനിൽക്കുന്നതിനൊരു സത്തയുണ്ട് അതിൽ. അതെന്താണ്? ജലം. ഞാനായിട്ട് നിലനിൽക്കുന്ന ഒരു സത്തയുണ്ട്. എന്താണത്? ആത്മാവെന്ന് പറയാം, അല്ലെങ്കിൽ ഗുരുവിന്റെ ഭാഷയിൽ പറഞ്ഞ അറിവ് എന്ന് പറയാം. ആ അറിവ് എപ്പോഴാണോ ഈ ശരീരത്തിൽ ഇല്ലാതാവുന്നത്, അതോടുകൂടി ശരീരവും അങ്ങില്ലാതാവുകയാണ്. അപ്പൊ ഈ ശരീരം ഈ രൂപത്തിലൊക്കെ നിൽക്കുന്നതിനുള്ള സത്തയും അല്ലെങ്കിൽ ആത്മാവും അറിവും മതത്തിൻ്റെ മൂല്യവുമായി ഏകീഭവിക്കുമ്പോൾ, താദാമ്യം പ്രാപിക്കുമ്പോൾ അവിടെ അനുഭവശാലിയായി മാറും. ഗുരു തൻ്റെ അറിവും താനാകുന്ന ആത്മാവും അനുകമ്പയുമായി ഏകീഭവിച്ചപ്പോൾ ഈ ലോകത്തുണ്ടായിരിക്കുന്ന സർവ ജീവജാലങ്ങളിലും ഉള്ള അനുകമ്പയുമായി ഏകീഭവിച്ചു. അപ്പോൾ സകല ജീവജാലങ്ങളോടും ഗുരുവിന് അനുകമ്പ ഉണ്ടായി. സർവ ജീവജാലങ്ങളോടും സ്നേഹം ഉണ്ടായി. സർവ ജീവജാലങ്ങളിലുമുള്ള സ്നേഹവുമായി ഗുരു എന്ന സ്നേഹം ഏകീഭവിച്ചു. ഒറ്റ ഒരു സ്നേഹമേ ഉള്ളൂ, നിരുപാധികമായൊരു സ്നേഹമേ ഉള്ളൂ. അത് ഗുരുവാണ്, അത് ഈ ലോകമാണ്. ആ ലോകവും ഗുരുവും തമ്മിൽ പിന്നെ വ്യത്യാസമില്ല. ആ ലോകവും ഗുരുവും തമ്മിൽ ഒരു ആർജവം, ആർദ്രത, അലിവ്, അഹിംസ തുടങ്ങിയുള്ള എല്ലാ മൂല്യങ്ങളും അവിടെ പ്രകടമാകുന്നതിൻ്റെ കാരണം ഗുരു അത് തന്നെ ആയിരിക്കുന്നത് കൊണ്ടാണ്. ഇങ്ങനെയുള്ള ഒരു ഏകീഭാവം ആർക്കും ഉണ്ടാവാം. ആർക്കും ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളെയും സ്നേഹിക്കുന്നതായ നിരുപാധികമായ ഒരു സ്നേഹത്തിലേക്ക് എത്തുന്നതിന് തടസ്സമില്ല. ഈ ലോകത്തുള്ള ഏത് ജീവിയോടും അനുകമ്പ, നിരുപാധികമായ അനുകമ്പയിലേക്ക് എത്തുന്നതിന് തടസ്സമില്ല. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത്? അനുഭവശാലികളാം ആർക്കും അനുഭവശാലികളാകാം. ആർക്കും നിരുപാധിക മൂല്യങ്ങളിൽ ജീവിക്കാം. അതുകൊണ്ടാണ് ഗുരു അങ്ങനെ ജീവിക്കുന്നത് കൊണ്ടാണ് ഗുരു പറഞ്ഞത്, ദൈവമേ കാത്തുകൊള്ളുക അങ്ങ് കൈവിടാതിന്നു ഞങ്ങളെ. ഏതിൽ നിന്ന് ഞങ്ങളെ കൈവിടരുത് ഭഗവാനെ. ഞങ്ങൾ എപ്പോഴും മറന്നു പോകുന്നു സ്നേഹം, അനുകമ്പ. ഇപ്പോൾ എന്നിൽ സ്നേഹമുണ്ട്, എന്നിൽ നിന്ന് ഈശ്വര ഭഗവാനെ ഈ സ്നേഹം
ഒട്ടുമേ ചോർത്തിക്കളയരുതേ, ഒട്ടുമേ വിട്ടുപോവരുത്. ഈ അനുകമ്പ ഒരിക്കലും എന്നിൽ നിന്ന് മാറ്റിക്കളയരുതേ, കൈവിടാതിങ്ങു ഞങ്ങളെ. വേറെ എന്തിൽ നിന്നാണ് നമ്മളെ കൈവിടരുതെന്ന് പറയുന്നത്? എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കാൻ കഴിയുന്ന ഒരവസ്ഥ നമുക്കുണ്ടെങ്കിൽ അതിനപ്പുറം ഒരനുഗ്രഹം, അതിനപ്പുറം ഒരു സന്തോഷം ഉണ്ടാകാനേ ഇല്ല. ഈശ്വര, എന്നിൽ നിന്ന് തൃപ്തി ഒരിക്കലും എടുത്തു കളയരുത്. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ എന്നാ പറയുന്നത്. ധന്യരാക്കുന്നതാണ്. ആ ധന്യത എന്നിലുണ്ട്. ഈ ധന്യത, ഈ നിറവ്, ഈ കൃതജ്ഞത എന്നിൽ നിന്ന് ഒരിക്കലും ഭഗവാനെ മാറ്റിക്കളയരുതേ. അതാണ് പ്രാർത്ഥന. ഇവിടെയാണ് അനുഭവശാലിത്വം അല്ലെങ്കിൽ അനുഭവശാലികളായി മാറുക എന്ന് പറയുന്നത്. അങ്ങനെ അനുഭവശാലികളാകുന്നതിന് മതം ഒരു തടസ്സമാവില്ല. എന്തുകൊണ്ട്? മതങ്ങളിലുള്ള മൂല്യത്തെയാണ് ആര് കാണുന്നത്? അനുഭവശാലികൾ കാണുന്നത്. എല്ലാ മതങ്ങളിലുമുള്ള. അതുകൊണ്ടാണ് ഗുരുവിന് ഒരു ജൂത വീട്ടിലേക്ക് ഒരു സംശയമില്ലാതെ കയറി ചെല്ലാനും അവിടെ കഴിയാനും കഴിഞ്ഞത്. അതുകൊണ്ടാണ് മുഹമ്മദ് നബിയുടെ അള്ളാ അല്ല എന്ന് ചോദിക്കുന്നതിന് ഒന്നല്ലേ എന്ന് ചോദിക്കുന്നതിനുള്ള ബോധമുണ്ടായത്. അതുകൊണ്ടാണ് ഗുരുവിന് മതങ്ങളുടെ മൂല്യത്തെ സംബന്ധിച്ച് ഒരു ചർച്ച നടത്തുന്നതിന് വേണ്ടി എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണെന്ന്, ഏത് സാരം? എല്ലാ മതങ്ങളും ലക്ഷീകരിക്കുന്ന സാരം ഒന്നാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി 1924 ആലുവായിൽ വെച്ച് ലോക സർവ മത സമ്മേളനം നടത്തുന്നതിന് കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഗുരുവിനെ ഒരു പീഠ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പ എന്ന് പറയാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഗുരുവിനെ നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നതുത്തമം. എന്തൊരു അനുഗ്രഹം, എന്തൊരു സാന്ത്വനമാണ്! ഇതിനപ്പുറം ഒരു സാന്ത്വനം തരാൻ കഴിയില്ല. നമ്മൾ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്താണ്? അവൻ അത് ചെയ്തു, ഇത് ചെയ്തു, ഞാൻ ഇങ്ങനൊക്കെ ചെയ്തിട്ടും അവനെ ഞാൻ വിടില്ല, കൊന്നുകളയും, കേസ് കൊടുക്കും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ ശപിച്ചുകൊണ്ടിരിക്കുക. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ അനുദിനം അതപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. സകല അസുഖങ്ങളും നമ്മളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അയാളെ കുറിച്ചുള്ള ഓർമ്മയാണ്. കിടന്ന ഉറക്കം വരില്ല. കിടക്കാൻ നേരത്ത് പെട്ടെന്ന് അയാളുടെ പേര് പത്രത്തിൽ കണ്ടു, തീർന്നു, ഇന്നത്തെ ഉറക്കം പോയി. നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പ്. എടാ, നിനക്ക് അയാളോട് പിണക്കുണ്ടെങ്കിൽ, പ്രശ്നമുണ്ടെങ്കിൽ നീയും അയാളുമായിട്ടൊരു വ്യവഹാരം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നിന്റെ ജീവിതത്തിൽ ഒരു വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ നിന്നെ ഒരിക്കലെങ്കിലും അയാൾ സഹായിച്ചിട്ടുണ്ടാവും. ഓ ഉണ്ട് ഗുരു, പല കാര്യങ്ങളുണ്ട്. പക്ഷെ എന്നാലും ഗുരു, എനിക്കവനെ പറക്കാൻ കഴിയുന്നില്ല, അവൻ എന്നോട് ഇങ്ങനെ ചെയ്തു. ഓഹോ, അത്രയുള്ളൂ. എന്താണ് സംഭവിച്ചത്? ഓ, ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം എനിക്ക് പുസ്തകം എടുക്കാൻ മറന്നുപോയി. അങ്ങനെ ഒരു ദിവസം ഇയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു, നീ ഈ പുസ്തകം വെച്ച് പഠിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പഠിച്ചു, പരീക്ഷ എഴുതി, എനിക്ക് നല്ല മാർക്ക് കിട്ടുകയും ചെയ്തു. ഓഹോ, അപ്പൊ നിന്റെ ജീവിതത്തിന്റെ അടിത്തറ ഇട്ട് തരുന്നതിന് ഒരു പ്രധാന കക്ഷി ഇയാളായിരുന്നു എന്നെ. അതൊക്കെ ശരി തന്നെ, പക്ഷെ ഇപ്പൊ അവൻ എന്നോട് കാണിച്ചു എനിക്ക് സഹിക്കാൻ പറ്റില്ല. എടാ, നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്. നല്ലതല്ലാത്തത് സംഭവിച്ചോട്ടെ, നല്ലതല്ലാത്തത് ഉടനെ മറന്നിടുന്നതുത്തമം.
ഈ ഒരു തലത്തിലേക്കൊക്കെ നമുക്കൊരു സാന്ത്വനം, നമുക്ക് ഓരോരോ സന്ദർഭങ്ങൾ വരുമ്പോഴും ഈ ഗുരുവിന്റെ ഒരു സാന്ത്വനം നമ്മുടെ തോളിൽ ഗുരുവിന്റെ കൈകൾ ഇങ്ങനെ സ്പർശിച്ചു പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യും. അതിൽ കൂടിയൊക്കെ ഒന്ന് കടന്നു പോയാൽ മതി. ആ സാന്ത്വനം തരാൻ കഴിയുന്നത് ഒരു ഇപ്പോ നമ്മൾ പറഞ്ഞ ആ ഒരു താദാമ്യത്തിൽ, മതത്തിന്റെ ഉപരിതലത്തിൽ നിൽക്കാതെ, വ്യവഹാരത്തിന്റെ ഉപരിതലത്തിൽ നിൽക്കാതെ, ആത്മാവിന്റെ തലത്തിൽ, മൂല്യങ്ങളുടെ തലത്തിൽ. ഈ ആത്മാവ് ആത്മാവ് എന്ന് പറയുന്നതാണ് ഈ മൂല്യം. നമ്മൾ നിലനിൽക്കുന്നത് ഈ മൂല്യങ്ങളിലാണ്. സ്നേഹം, അനുകമ്പ, ആർദ്രത, ആർജവം, തൃപ്തി, ഇതാണ് നമ്മളുടെ ഇതാണ് ഈശ്വരൻ. ആത്മവിശ്വാസം തരുന്നത് ഇത് തന്നെയാണ്. ആ ആത്മവിശ്വാസം തന്നെയാണ് ഈശ്വരൻ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ടുന്നത് ആത്മവിശ്വാസമാണ്. അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. എന്താണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്? അവരെവിടെ പോയി കഴിഞ്ഞാലും എല്ലാവരെയും സ്നേഹിക്കുന്നവരാണെങ്കിൽ, എല്ലാവരെയും ഉൾക്കൊള്ളുന്നവരാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് അവരെ പറഞ്ഞു വിടാം. എല്ലാവരോട് അനുകമ്പയുള്ളവരാണെങ്കിൽ, തെറ്റു കണ്ടാൽ അത് പറയാനും തിരുത്താനുമുള്ള ആർജവം ഉണ്ടെങ്കിൽ, കാരുണ്യമുണ്ടെങ്കിൽ, ആർദ്രതയുണ്ടെങ്കിൽ, എപ്പോഴും തൃപ്തി അനുഭവിക്കുന്നവരാണെങ്കിൽ, ഒരു പിറുപിറുക്കലുമില്ല, ഉള്ളത് കൊണ്ട് തൃപ്തരായി ജീവിക്കുന്നു എങ്കിൽ, ഉള്ളത് കൊണ്ട് തൃപ്തരായി ജീവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുകളിലേക്ക് പോകരുതെന്നല്ല. ഇപ്പോഴുള്ളതിൽ തൃപ്തിയായിരിക്കുന്ന ആൾ മാത്രമേ ശക്തനാവുകയുള്ളൂ. അയാൾക്ക് മാത്രമേ മുകളിലേക്ക് പോകാൻ കഴിയത്തുള്ളൂ. അപ്പൊ തൃപ്തി നമ്മുടെ പുരോഗതിയുടെ അടിത്തറയാണ്. അതുകൊണ്ടാണ് ഗുരു അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യത എന്ന് പറഞ്ഞത്. ആ തൃപ്തി നമ്മുടെ ഉള്ളിൽ സദാ ഉണ്ടായിരിക്കണം. ആ തൃപ്തി ഇപ്പൊ നമ്മൾ കണ്ടതാണ് മിഠായിയിൽ കൂടി. ആരൊക്കെ ചെയ്യുന്ന പ്രവൃത്തികളാണ് നമ്മിലേക്ക് വരുന്നത്, അവരോടൊക്കെ ഒരു കൃതജ്ഞത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഇവിടെ ഏറ്റവും അടുത്ത് നമുക്ക് സൗകര്യമായിട്ട് ലുലു മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ എല്ലാം വാങ്ങിക്കാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി ഗമയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അന്നേരം നമ്മൾ ഓർക്കേണ്ടൊരു കാര്യമുണ്ട്. ഈ മാർക്കറ്റിലൊക്കെ വന്നിരിക്കുന്ന കൊച്ചു അമ്മമാര് അവരുടെ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ പോറ്റുന്നതിന് വേണ്ടി അതും ഇതുമൊക്കെ വെച്ചുകൊണ്ടിരിക്കും. അവരോട് പച്ചമുളകോ കാന്താരിയോ പയറോ ഇതിൽ തേങ്ങായോ ഒക്കെ വാങ്ങിക്കാനുള്ള ഒരു വിശാല ഹൃദയം നമുക്കില്ലെങ്കിൽ, ഈ സാധനവും തള്ളിക്കൊണ്ട് നടക്കുന്നത് കൊണ്ട് മാത്രം നമ്മളുടെ ജീവിതം ധന്യത ആവില്ല. നമ്മളുടെ ജീവിതം മറ്റെത്രയോ പേരുടെ ജീവിതമാണെന്നാണ് നമ്മളിപ്പോൾ കണ്ടത്. ഒരു മിഠായി കഴിക്കുന്നതിന് എന്ന നമ്മുടെ ജീവിതത്തെ എത്രയോ പേരുടെ ജീവിതമാണ് നമ്മുടെ ജീവിതമായി മാറുന്നത്. അത് ബോധ്യപ്പെടുത്താനാണ് അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം. ആ ബോധം വരുമ്പോൾ പിന്നെ ഈ വൈരാഗ്യം എന്ന് പറയുന്നത് നമ്മിൽ നിന്ന് അപ്പേ ഒലിച്ചു പോകും. അപ്പൊ ഗുരുവിന്റെ മതദർശനം നമുക്കൊന്ന് റിവ്യൂ ചെയ്തതിന് ശേഷം ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കാം, 2-3 മിനിറ്റിനുള്ളിൽ. യെസ്, ഇപ്പൊ എന്താണ് ഗുരുവിന്റെ മതദർശനം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ കഴിയുന്നത് 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളേ ഉള്ളൂ. ഗുരുവിന്റെ മതദർശനത്തിൽ മതം ഒന്ന് മാത്രമാണ് ഉള്ളത്. അതെന്താണ്? സുഖം ലഭിക്കുക എന്നതാണ് എല്ലാവരുടെയും മതം എന്ന് പറയുന്നത്. എല്ലാ മതങ്ങളുടെയും ലക്ഷ്യം അത് തന്നെയാണ്. അതാണ് എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണ് എന്ന് പറയുമ്പോൾ എല്ലാ മതങ്ങളിലും ഈ ശ്രേഷ്ഠ മൂല്യങ്ങൾ ഉണ്ട്. സാരത്തിൽ, മൂല്യത്തിന്റെ തലത്തിൽ എല്ലാ മതങ്ങളും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു മതത്തിന് മറ്റൊരു മതത്തിനെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയുകയും ഇല്ല. ഈ ഒരു ബോധം നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് മൂല്യങ്ങളിലേക്ക് എത്താൻ കഴിയും. നിരുപാധികമായ മൂല്യങ്ങളിലെത്തി ആ മൂല്യമായി ജീവിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ അനുഭവശാലികളായി മാറുന്നു. വ്യക്തം? ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. എന്തെങ്കിലും ആർക്കെങ്കിലും സംശയ നിവാരണം വേണമെങ്കിൽ നമുക്കൊരു 3-4 മിനിറ്റോടുകൂടി അവസാനിപ്പിക്കാം. ഇപ്പൊ തീരുകയാണ്, ഇറങ്ങി ഓടിക്കളയരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും.
സംശയം ചോദിച്ച സമയം കളയണ്ട, വീട്ടിൽ പോയി കഞ്ഞി കുടിക്കാമല്ലോ. വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യം ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ, വസ്തുവിടെ ഒന്നേ ഉള്ളൂ, അത് അറിവ് മാത്രമാണ്. അതാണ് അടിവരയിട്ട് പറയേണ്ട കാര്യമെന്ന് പറയുന്നത്. ഇപ്പോ ഒന്നിൽ കൂടുതൽ ഉണ്ടാകുമ്പോഴാണല്ലോ തർക്കവും വഴക്കുമൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ഈ തർക്കവും വഴക്കും മൽപ്പിടുത്തവും ഒക്കെ നശിക്കാൻ ഒന്നേ ഉള്ളൂ മാർഗം. ഈ പറഞ്ഞ ആത്മസംതൃപ്തി, തൃപ്തി, ഇതൊക്കെ പറയുന്നത് അത് മാത്രമേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ. വസ്തു ഇവിടെ ഒന്നേ ഉള്ളൂ, അതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. പിന്നെ എനിക്ക് പറയേണ്ടത് വേറൊരു കാര്യം, ഒരു ചെറിയ, ഞാൻ നീട്ടുന്നില്ല, ഇതിലിപ്പോൾ അവസാനിപ്പിക്കാം. അതായത് ഒരു കവി ഒരു മഞ്ഞുള്ള സ്ഥലത്തു കൂടി യാത്ര ചെയ്യുകയായിരുന്നു. അയാൾ ധരിച്ചിരുന്നത് ബാമ്പു, അതായത് മുള കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു തൊപ്പിയായിരുന്നു. ആ തൊപ്പിയിൽ മഞ്ഞ് പിടിച്ച് ആ തൊപ്പി കാണാതായി. അദ്ദേഹം തൊപ്പി ഊരിയിട്ട് ചിരിച്ചുകൊണ്ട് തൻ്റെ മനസ്സിനോട് പറയുകയാണ്, ഈ മഞ്ഞക്കട്ട മഞ്ഞ് പൊടി മാത്രമാണ്, ആ മഞ്ഞ് പൊടി മാത്രമേ എൻ്റെ തൊപ്പിയുടെ പുറത്ത് പുരണ്ടിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്കിത് ധരിച്ച് മുന്നോട്ട് പോകാം. അങ്ങനെ ധരിക്കാൻ ആ കവിക്ക് തോന്നിയത് മഞ്ഞു പൊടിയാണെന്ന് സങ്കല്പിച്ചത് കൊണ്ട് ആ തൊപ്പിക്ക് വെയിറ്റും കുറഞ്ഞു. അപ്പോൾ പലർക്കും ഈ വെയിറ്റ് ഉണ്ട്, ഈ അഹം എന്നുള്ള ഭാവം. അതാണ് ഗുരുദേവൻ ഇവിടെ പറയുന്നത്. തനു ഒഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ മമത ഒഴിഞ്ഞ്, ആ ബോധം ഇല്ല എങ്കിൽ ഈ പറയുന്ന എന്റേത്, സാർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ അതിനെക്കുറിച്ച് വിവരിക്കാനൊന്നും പോകുന്നില്ല. ഒരു അറിയാനും അറിയിക്കാനും ഒക്കെ വേണ്ടിയാണ്, ഞാൻ തർക്കിക്കാനൊന്നും അല്ല വന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്റേത്, നിന്റേത്, അത്, ഇത്, അവൻ, ഇവൻ എന്നൊക്കെ ഇത് ചെയ്യുന്നത് ഇവിടെ സ്വയം ഞാൻ ആര് ആണ് എന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഈ ഞാൻ എന്ന് പറയുന്ന അതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഹു ആം ഐ, എന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാകില്ല. അത് ആത്മസാക്ഷാത്കാരം കിട്ടിയിട്ടുള്ള ഒരാളിന് മാത്രമേ കഴിയൂ. ഈ ഞാൻ എന്ന് പറയുന്ന ആ ഇതിനെ തിരിച്ചറിയും, ഏതാണ് റിയൽ ഞാൻ. അപ്പൊ ഇത് ഒരു അടിവരയിട്ട് ഇന്നത്തെ ക്ലാസിന്റെ ഒരു ബേസിക് ഇതെടുത്തു കഴിഞ്ഞാൽ അടിവരയിട്ട് പറയേണ്ട കാര്യം, സാർ അത് സമ്മറൈസ് ചെയ്തു 3-4 പോയിന്റ്സ്. അതിൽ അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വസ്തുവിടെ ഒന്നേ ഉള്ളൂ, ആ ഒന്നിനെ തിരിച്ചറിയുക. അതാണ് അദ്വൈതം. അതാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ നബിയുടെയൊക്കെ കാര്യം, കുല്ലും വാഹിദ്. അതാണ് അറബി, കുല്ലും വാഹിദ്. കുല്ലു എന്ന് വെച്ചാൽ എല്ലാം, വാഹിദ് എന്ന് വെച്ചാൽ ഒന്ന് മാത്രമേ ഉള്ളൂ. കുല്ലും വാഹിദ്, അതാണ് അഹം ബ്രഹ്മാസ്മി, അതാണ് തത്വമസി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതൊക്കെ, അപ്പൊ ഞാനിത് ആവർത്തിക്കുന്നില്ല. ഇത്രയുമാണ് അടിവരയിട്ട് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒന്ന് മാത്രമേ ഉള്ളൂ, വസ്തു ഒന്ന് മാത്രമേ ഉള്ളൂ, അതിനെ തിരിച്ചറിയുക എന്നുള്ളത്. അതിനെ തിരിച്ചറിയാൻ 2-3 മാർഗങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വിശദമായി ഒന്നും പറയുന്നില്ല.
ആ ശ്രവണം, മനനം, ധ്യാനം ഇതൊക്കെ സാർ നേരത്തെ പറഞ്ഞു എന്ന് തോന്നുന്നു. എന്തായിരുന്നാലും അതിനെ തിരിച്ചറിയുക. അതിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോബ്ലംസ് എല്ലാം അവസാനിക്കും. ഈ ജീവിതത്തിന്റെ എല്ലാ ദുഃഖങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അവസാനിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ: ഗുരുദേവനെ അറിയുക. ഗുരുദേവനെ അറിയണമെങ്കിൽ വസ്തു ഒന്നേ ഉള്ളൂ, അത് തിറപ്പിച്ച് പറഞ്ഞിട്ടുള്ള ഗുരുദേവൻ, അറിവ്. അതിനെ മാത്രം നമ്മൾ ഇത് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.